ഫൈൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ സീക്രട്ട് മൗണ്ടൈൻ്റെ ഡേ 2 ആണ്, സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ മേജറായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സുകളുടെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ടെക്നിക്ക് നമ്മൾ ജസ്റ്റ് നോക്കി എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. ഇന്ന് നമ്മൾ മേജറായിട്ട് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ കപ്ലിംഗ് റൂൾസ് ഒക്കെ ഈ വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ആണ്. ഈ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് റൂൾ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഓഡ് വൺ ഔട്ടിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് പലപ്പോഴും UPSC ടോട്ടൽ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിമം 10 ക്വസ്റ്റ്യൻസോളം പ്യുവർലി ഓഡ് വൺ ഔട്ട് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 10 ക്വസ്റ്റ്യൻസ് മിനിമം. ഓക്കെ, അപ്പം ബേസിക്കലി ചില ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാനുണ്ട്, ഇപ്പം മൊത്തത്തിൽ എന്താണ് ബേസിക്കലി ഒരു പ്യുവർലി ഓഡ് വണ്ണിൽ അങ്ങനെ കിട്ടും. അതല്ലാതെ തന്നെ പല സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓഡ് വൺ ഔട്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കപ്ലിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ക്ലബിംഗ് സ്റ്റേറ്റ്മെന്റ്, ഒരേ രീതിയിലുള്ള ഒരേ നേച്ചറുള്ള സ്റ്റേറ്റ്മെന്റുകൾ നോക്കി നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ മേജർ റൂൾസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം ആ ക്വസ്റ്റ്യനിൽ വളരെ സിമിലർ ആയി കാണുന്ന ഓപ്ഷൻസിനെ ഒക്കെ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതേ നേച്ചർ തന്നെയാണ് ബാക്കി എല്ലാ സാധനങ്ങളും എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ശരിയുത്തരമാണ് എടുക്കുക. അപ്പം ഓപ്ഷൻ A ഉണ്ട്, ഓപ്ഷൻ B ഉണ്ട്, ഓപ്ഷൻ C, ഓപ്ഷൻ D, ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉണ്ടാവുക എന്ന് വിചാരിക്കുക. ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒരു ശരി ഉത്തരമാണ് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ബാക്കി 3 തെറ്റായിരിക്കാം. അപ്പം ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം, ഈ 3 നിന്ന് വ്യത്യസ്തമായി എന്താണോ നിൽക്കുന്നത് അതായിരിക്കും ശരി. ഓക്കെ, ദാറ്റ് ഈസ് ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ആ 3 ക്ലബ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി കളയാമെന്നുള്ളതാണ്. അതല്ല ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ നേച്ചറിലാണ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരേ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരികയാണ്, എല്ലാം സിമിലർ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പം ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല നിങ്ങൾക്ക്. ഇപ്പം അതിനകത്ത് എലിമിനേറ്റ് ചെയ്യാൻ ഒന്നും കാണുന്നില്ല, എല്ലാം ഒരേപോലെ തോന്നുന്നു. എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റീസൺ കിട്ടുന്നില്ല എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എല്ലാം ചിലപ്പം ശരിയായേക്കാം. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ആദ്യം നമ്മൾ പഠിക്കേണ്ട വേറൊരു, ഇപ്പൊ ഓഡ് വണ്ണിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഓഡ് വൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ഇപ്പൊ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ABCD ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ C ഓഡ് വൺ ആണെന്നുണ്ടെങ്കിൽ Aയും Bയും Dയും ചിലപ്പോൾ എന്തായാലും സിമിലർ ആയിരിക്കും. അപ്പം ഇതിന്റെ തന്നെ വേറൊരു പ്രിൻസിപ്പിൾ ആണ് കപ്ലിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് ക്ലബ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഒരേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് A, സ്റ്റേറ്റ്മെന്റ് B, സ്റ്റേറ്റ്മെന്റ് D ഒരേപോലെയാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, Aയും Bയും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 തമ്മിൽ എന്താണ് സിമിലാരിറ്റി ഉണ്ട്, 3ഉം ഒരേപോലെയുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒന്നിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് മറ്റൊന്ന് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ 3 എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് 3ഉം ഒരേപോലെ തോന്നുന്നു സ്റ്റേറ്റ്മെന്റുകളെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 സ്റ്റേറ്റ്മെന്റിനെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം എങ്ങനെ കപ്പിൾ ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെന്റിന് എങ്ങനെ കപ്പിൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കപ്പിൾ ചെയ്യല്ല. ചിലപ്പോൾ ആ കോൺസെപ്റ്റ് ബേസ് നമ്മൾ നോക്കുമ്പം ഒരേപോലെയുള്ള കോൺസെപ്റ്റുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക, സിമിലർ കോൺസെപ്റ്റുകളായിരിക്കും. അപ്പൊ സിമിലർ കോൺസെപ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കോൺസെപ്റ്റുകൾ ഒന്നിപ്പിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാം. രണ്ടാമത് തീം ബേസ്ഡ് ആയിരിക്കും, ഒരേ തീം ആണെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിപ്പിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് സോഴ്സ് ബേസ്ഡ്, നിങ്ങൾക്ക് ഒരേ സോഴ്സ് അല്ലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരേപോലെയുള്ള സാധനങ്ങളാണ്, ഒരേ സ്റ്റാറ്റിക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പം ഒരേപോലെയുള്ള സാധനങ്ങളാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും മാക്സിമം അതിനകത്ത് നമ്മളുടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം ക്ലബ് ചെയ്യാൻ പറ്റും, കപ്ലിംഗ് സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. അപ്പൊ കപ്ലിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്നിച്ച് ശരിയാക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് തെറ്റാം. ഓക്കെ, അപ്പം ഓഡ് വൺ എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, ഒന്നിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, തെറ്റായിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും, മാറി നിൽക്കുന്ന ഒന്നായിരിക്കും. ഇപ്പൊ ശരി ഉത്തരമാണ് നിങ്ങൾക്ക് എടുക്കുന്നതെങ്കിൽ ബാക്കി ഒരേപോലെ നിൽക്കുന്നതിലെല്ലാം എന്തായിരിക്കും, ആ ഓഡ് വൺ ആയിരിക്കും ശരിയായിട്ട് വരിക. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പം ഓഡ് വൺ എന്തായിരിക്കും, ശരിയായിരിക്കും. ഇനി നിങ്ങൾക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടതെങ്കിൽ ഓഡ് വൺ എന്തായിരിക്കും, റോങ് ആയിരിക്കും. അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റ്സുകൾ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ABCD ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതെങ്കിൽ ഈ ABCDയിൽ നിങ്ങൾക്ക് വിച്ച് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ ഈ ഓഡ് വൺ ആയിരിക്കും ബേസിക്കലി കറക്റ്റ് ഓപ്ഷൻ. ഇനി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഓഡ് വൺ എന്തായിരിക്കും, റോങ് ഓപ്ഷനും ആവാനാണ് ചാൻസസ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഓഡ് വൺ എടുക്കുമ്പോൾ ഇതിന്റെ ഒരു കോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
വെറുതെ പോയിട്ട് നിങ്ങൾക്ക് ഓട് വൺ ആവാൻ ഒരു സാധനവും ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു, വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓട് വണ്ണിൽ എലിമിനേറ്റ് ചെയ്യരുത്. ഏറ്റവും ആദ്യം എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഒരു റീസൺ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ റീസൺ ഇല്ല നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനില്ലെങ്കിൽ അത് എന്തായാലും ശരിയായിരിക്കും. അപ്പൊ വിത്തൗട്ട് റീസൺ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്റ്റേറ്റ്മെന്റിനെ എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ റീസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതിനെ പോയിട്ട് എന്ത് ചെയ്യരുത്, എടുക്കരുത്. അതുപോലെ തന്നെ എല്ലാ ഓട് വൺ, ഇപ്പൊ എവിടെയെങ്കിലും ഒരു ലോജിക്ക് ഇല്ലാതെ വെറുതെ പോയിട്ട് ഇതെന്റെ ഓട് വൺ ആണെന്ന് വെറുതെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. ഓക്കെ, അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ലോജിക്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തപ്പോൾ നമ്മൾ നോക്കിയാണ്, ലോജിക് ബേസ്ഡ് ആണ്. ആ ലോജിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓട് വൺ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഇങ്ങനെ പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെയുള്ള ഒരു ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സംഘം ലിറ്ററേച്ചർ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ളതിൽ ഈ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, അതിനകത്ത് ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഈ തെറ്റല്ലാത്ത ശരിയല്ലാത്ത 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. അപ്പൊ സംഘം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഏൻഷ്യൻ പീരീഡിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പൊതുവെ എന്തായിരിക്കും, ബേസിക്കലി നമ്മൾ മാക്സിമം പോസിബിലിറ്റി സ്റ്റേറ്റ്മെന്റുകൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ കൂടുതൽ ശരിയായിരിക്കും. മാക്സിമം പോസിബിലിറ്റീസ്. ഓക്കെ, എന്തുകൊണ്ടാണ് മാക്സിമം പോസിബിലിറ്റി ശരിയാവുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഏൻഷ്യൻ ഹിസ്റ്ററിനെ പറ്റിയിട്ട് നമുക്ക് കംപ്ലീറ്റ് നോളജ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഇന്ത്യക്ക് തന്നെ, നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ, ഡു യു ഹാവ് എക്സലന്റ് 100% നോളജ് അബൌട്ട് ഏൻഷ്യൻ സൊസൈറ്റി ഉണ്ടോ? ഇല്ല. നമുക്ക് എങ്ങനെയൊക്കെയാണ് നോളജ് കിട്ടിയിട്ടുള്ളത്? നമ്മൾ പല സ്ഥലത്തുള്ള ട്രാവലേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സമയങ്ങളിൽ ഒറിജിനേറ്റ് ചെയ്ത റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളുടെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളും, അതേപോലെ തന്നെ കിങ്സ് കീപ്പ് ചെയ്ത റെക്കോർഡ്സും, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മളെ എന്തെന്ന് പറയുന്നത്, നമുക്കുള്ള സോഴ്സസ് എന്ന് പറയുന്നത്. ഈ സോഴ്സസ് ഒന്നും അബ്സല്യൂട്ട് സോഴ്സസുകളല്ല. അതായത് ഇതിനകത്തൊരു സാധനം നമ്മളതിന് ഇല്ല എന്ന് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ വാദിക്കാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഉണ്ടെന്ന് വാദിക്കാൻ ഒരു ഡോക്യുമെന്റ് മതി. ഫോർ എക്സാമ്പിൾ ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഇവിടെ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഇന്ന സൊസൈറ്റിയിൽ ഉണ്ടെന്ന് പറയാൻ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിൽ കാസ്റ്റ് സിസ്റ്റം കണ്ടു എന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി എടുക്കാം. പക്ഷെ അത് ഇല്ലാന്ന് വാദിക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ ഡോക്യുമെന്റും ഞാൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് അത് ഇല്ലാന്ന് വാദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ കുറെ ഇൻഫർമേഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് പോസിബിലിറ്റീസിനെ പറ്റിയും നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആലോചിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതായത് ഏൻഷ്യൻ ഹിസ്റ്ററി ആണ്, അപ്പൊ കുറെ സാധനങ്ങൾ, ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം കുറച്ചുകൂടി എന്താണ് ഈസി, എന്താണ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. ഇല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഏൻഷ്യൻ ഹിസ്റ്ററി. കാരണം ഇല്ലാന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കാസ്റ്റ് സിസ്റ്റം ഇല്ല ഏൻഷ്യൻ സൊസൈറ്റിയിൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓൾ ദ റെക്കോർഡ്സ്, കിങ്സിന്റെ റെക്കോർഡ്, ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, മ്യൂസിക്, ഫ്ലോക്സ് സാധനങ്ങൾ, അതേപോലെ തന്നെ ട്രാവലേഴ്സിന്റെ അക്കൗണ്ട്, ഇൻസ്ക്രിപ്ഷൻസ്, ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ എനിക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇൻസ്ക്രിപ്ഷൻ എടുത്തു, അവിടെ കണ്ടു, പ്രൂവ്ഡ് ആയി. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. സോ വിച്ച് ഈസ് മോർ ഈസി ടു പ്രൂവ്, ഇറ്റ് ഈസ് ഈസി ടു പ്രൂവ് ഉണ്ട് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം അതും അബ്സല്യൂട്ട് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് സ്പെസിഫൈ ആയിട്ട് യൂസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതിനകത്ത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യും? നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരേ കോൺസെപ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും? ഉത്തരം പറയണ്ട, എലിമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മതി. ടൈപ്പ് ചെയ്യാവോ എലിമിനേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ? സി എലിമിനേറ്റ് ചെയ്ത് കളയോ? ഓക്കെ, ശരി, സി കളയും. ACD കളയും, സി കളയും, ACD. ഓക്കെ, സി ആണ് എല്ലാവരും കളയുന്നത്. കാരണം നോ കണ്ടപ്പം നിങ്ങൾക്ക് വേർഡ് എന്ത് ചെയ്തു, നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് എല്ലാവരും സി എടുക്കാൻ. കാരണം ഈ നോ കാണുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആയി നിങ്ങൾക്ക് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അറിയാം. പക്ഷെ അതേപോലെ നിങ്ങൾ വെറുതെ വേർഡ് കൊണ്ട് മാത്രം എലിമിനേറ്റ് ചെയ്യരുത് കേട്ടോ. എങ്കിലും ഇനി നമുക്ക് നോക്കാം ACD എലിമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞു.
സംഘം പോയംസ് ആർ ഡിവോയ്ഡ് ഓഫ് എനി റെഫറൻസ് ടു മെറ്റീരിയൽ കൾച്ചർ. അതായത് ഒരു മെറ്റീരിയൽ കൾച്ചറിനെ പറ്റിയിട്ട് ഒന്നും സംഘം ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടില്ല എന്ന് ആണ് പറയുന്നത്. തെറ്റായിരിക്കില്ലേ? കാരണം എന്താണ്? പ്രൂവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഏതെങ്കിലും ഒരു ബുക്കിൽ എവിടെയെങ്കിലും ഒരു മെറ്റീരിയൽ കൾച്ചർ, ഒരു കാറ് എന്നില്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുന്നതിനെ പറ്റി എന്ത് ചെയ്താൽ മതി? പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മെറ്റീരിയൽ കൾച്ചർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംഘം പോയംസ് ഓഫ് നോ റെഫറൻസ് ടു വാരിയർ എത്തിക്. നോ റെഫറൻസ് ടു വാരിയർ എത്തിക്. വാരിയറിന് പാലിക്കണ്ടേ? വാരിയേഴ്സ്. കാരണം സംഘം, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, പഴയ കാലത്തെ ടെക്സ്റ്റ് ആണ്. അതിനകത്ത് ബേസിക്കലി അന്ന് കിങ്ങുമാരും അതേപോലെ തന്നെ ബ്രാഹ്മൺസ് ഉള്ളതാണ്. അപ്പൊ വാരിയേഴ്സിനെ പറ്റി സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നത്, അതിന്റെ എത്തിക്സിനെ പറ്റി പറയാതിരിക്കുക, യുദ്ധത്തിലെ എത്തിക്സ് പറയാതിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംഘം ലിറ്ററേച്ചർ റെഫേഴ്സ് ടു മാജിക്കൽ ഫോഴ്സസ് ആർ ഇറാഷണൽ. ഇത് മോഡേൺ സൊസൈറ്റിയിൽ ഇന്നൊരു ബുക്ക് ഇറക്കിയാലും ചിലവർ പറയും ദൈവം ഉണ്ടെന്ന് വാദിക്കും. അപ്പോഴാണ് ബേസിക്കലി മാജിക്കൽ ഫോഴ്സസ് ഇറാഷണൽ ആണെന്നൊരു ഏൻഷ്യൻ ടെക്സ്റ്റ് പറയുന്നത് ശരിയായിരിക്കോ? തെറ്റായിരിക്കും. മൂന്നും എന്താണ്? ഒരേ നേച്ചർ അല്ലേ? മൂന്നും ഇല്ല 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 എന്നാ പറയുന്നത്. ഒരു സാധനം മാത്രം ഇവിടെ ഉണ്ടെന്ന് പറയുന്നതോ? ദ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർണ്ണ വാസ് നോൺ ടു സംഘം പോയറ്റ്. ഇത് വാദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ഡോക്യുമെന്റിന്റെ സഹായം മതി. അതിനകത്ത് ഉണ്ട് വർണ്ണ സിസ്റ്റത്തെ പറ്റി ഏതെങ്കിലും ഒരു സംഘം പോയിട്ടിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ഇടാൻ പറ്റും. പക്ഷെ ബാക്കിയെല്ലാം ഇല്ല എന്ന് വാദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ബുക്കും വായിച്ച് നോക്കി എവിടെയും ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയാലേ എനിക്കിത് ശരിയാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഈസി ഏതാണ്? പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ അറിയൊന്നും വേണ്ട, പി എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഉത്തരം ശരിയാവുക. ആൻസർ ബി അല്ലേ? കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ആ കോൺസെപ്റ്റ് മനസ്സിലായോ? ആൻസർ നിങ്ങൾക്ക് എന്തായാലും അറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, റിട്ട് ടു റിജക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. എ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ടു ഓർ ഹൈക്കോർട്ട് ടു എന്തിലേക്കാന്നുള്ള 1, 2, 3, D കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ എലിമിനേറ്റ് ചെയ്യും, എന്തുകൊണ്ടാണ് അത് എലിമിനേറ്റ് ചെയ്തത് എന്നുള്ളത് കൂടി ഒന്ന് പറയണം. കമന്റ് ചെയ്യാം. ആരാണ് ഫസ്റ്റ്? നിങ്ങൾ ഏറ്റവും ആദ്യം ഏത് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യും? ഏതാണ് എലിമിനേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ്? ഏതാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യാവോ? ഞാൻ ചോദിക്കുന്നു വിചാരിച്ചിട്ടാണോ? നിങ്ങൾ എന്തെങ്കിലും തെറ്റുത്തരം പറഞ്ഞാൽ മതി, ആക്ച്വലി കുഴപ്പമില്ല. ബി ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യും അല്ലെ? പാർലമെന്റ് ലെജിസ്ലേറ്റീവ് പോസ്റ്റ്. ഓക്കെ ഓക്കെ, ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞു. കൂടുതൽ ഡി പറഞ്ഞു, ഗവൺമെന്റ് പ്രൊഹിബിറ്റിംഗ് ഇറ്റ് ഫ്രം ടു ദ ഗവൺമെന്റ് പ്രൊഹിബിറ്റിംഗ് ഫ്രം ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഫസ്റ്റ് ഓപ്ഷൻ, എ ഗവൺമെന്റ് ഓഫീസർ പ്രൊഹിബിറ്റിംഗ് ഹിം ഫ്രം ടേക്കിംഗ് എ പർട്ടിക്കുലർ ആക്ഷൻ. എ പാർലമെന്റ് ലെജിസ്ലേറ്റീവ് ബോഡിനോട് പ്രൊഹിബിറ്റ് ചെയ്യുന്നു പറയുന്നു. ഗവൺമെന്റ് പ്രൊഹിബിറ്റ്. ഏറ്റവും അബ്സലൂട്ട് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഏത് എലിമിനേറ്റ് ചെയ്യാം? ബിയും ഡിയും ആണ് കൂടുതൽ ആളുകൾ പറയുന്നത്. ലെറ്റ്സ് സേ ബി ആൻഡ് ഡി. ഓക്കെ, ബി ആൻഡ് ഡി ആണ് എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാനുള്ള കാരണം? ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്നലെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസിസ്റ്റൻസി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് ബിയും ഡി എലിമിനേറ്റ് ചെയ്യണം? നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു, നിങ്ങൾക്ക് ഉത്തരം അറിയുന്നതുകൊണ്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾ പറ, നിങ്ങൾക്ക് നോളജ് ഇല്ലാതെ പറ. റിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ബേസിക്കലി എനിക്ക് അറിയില്ല റിട്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ ആർട്ടിക്കിൾ 30 ഒന്നും അറിയില്ല, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ആർട്ടിക്കിൾ 32 എന്നൊന്നും അറിയില്ല. പക്ഷെ വേർഡ് പ്രൊഹിബിഷന്റെ മീനിങ് എനിക്കറിയാം, പ്രൊഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയാം. ഓക്കെ, ഒരാൾ പറയോ? തനൂജ, എന്തുകൊണ്ടാണ് ഡി എലിമിനേറ്റ് ചെയ്തത്? ഓപ്ഷൻ ബി ജുഡീഷ്യൽ റിവ്യൂ അല്ലേ? അങ്ങനെ അതായത് ജുഡീഷ്യറി സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ആർക്ക് ഇഷ്യൂ എന്ന് ചോദിച്ചത്? ടു ഇഷ്യൂഡ് ബൈ ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. ആർക്ക് വേണമെങ്കിൽ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ആർക്ക് വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാലോ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു നോളജ് അതിനകത്ത് കയറി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇച്ചിരി നിങ്ങൾക്ക് അതിനകത്ത് അറിയുന്ന സാധനം വരുന്നത്. നോളജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, പക്ഷെ നമുക്ക് നോളജ് അല്ലാത്ത സാധനമാണല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. വേറെ ആരെങ്കിലും? മേഘ പറഞ്ഞോ.
ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ ഒന്ന് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനത്തെ തടയാ. നെഗറ്റീവ് വേർഡ് ആണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ ഒരു നെഗറ്റീവ് വേർഡ് ആണോ? നെഗറ്റീവ് വേർഡ് ആണ് അല്ലെ. നമ്മൾ ഒരാളെടുത്ത് പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റെസ്പെക്ട് ഇല്ലാത്ത ഒരാളാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ ഒരാളെ പ്രൊഹിബിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈക്വൽസിനെ ഒരിക്കലും പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് പ്രൊഹിബിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മൾ എന്താണ് ബേസിക്കലി എനിക്ക് നിങ്ങളെ മുകളിൽ പവർ ഒന്നുമില്ല. ഇപ്പൊ ടീച്ചർ സ്റ്റുഡന്റ് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാം, ഓക്കെ അത് പോട്ടെ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ വീട്ടുകാർക്ക് നിങ്ങളെ അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും. കാരണം യു ആർ ഓൾറെഡി ഇൻ പവർ. സോ പ്രൊഹിബിഷൻ ഈസ് എ നെഗറ്റീവ് വേർഡ്. ഇറ്റ് മെ നോട്ട് ബി യൂസ്ഡ് അഗെയിൻസ്റ്റ്. നിങ്ങളെ താഴെയുള്ള ആളുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പ്രൊഹിബിഷൻ എന്ന വേർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഫാക്ടർ, ഒരു കാര്യം നമുക്ക് അങ്ങനെ ആലോചിക്കാം. രണ്ടാമത്തെ കാര്യം, ഈക്വൽസ് തമ്മിൽ ഒരിക്കലും പ്രൊഹിബിഷൻ എന്ന വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഈക്വൽസ് ആരൊക്കെ ഉണ്ട്? ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഈക്വൽസ് ആണ്. ജുഡീഷ്യറിക്ക് ഇവനോടെയും പ്രൊഹിബിറ്റ് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യില്ല? പ്രൊഹിബിറ്റ് ചെയ്യില്ല. ഇനി പ്രൊഹിബിഷൻ മാത്രമല്ല, അടുത്ത വേർഡ് നോക്കിയേ, ഇറ്റ് ഈസ് ആൻ ഓർഡർ. സെക്കൻഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. സോ ഇത് കംപ്ലീറ്റ്ലി ഫ്രീഡം കട്ടയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇനി നോക്കിക്കോ, പാർലമെന്റിനോട് ജുഡീഷ്യറിക്ക് പറയാൻ പറ്റുമോ? ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് നാളെ തൊട്ട് പ്രൊഹിബിറ്റഡ് ആണ്, ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ലോ പാസ് ചെയ്യുന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. കാരണം ലെജിസ്ലേറ്റർ ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. ലെജിസ്ലേറ്ററിന്റെ പണിയാണ് ലോ ഉണ്ടാക്കുക. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന പണി മാത്രമേ ജുഡീഷ്യറിക്കുള്ളൂ. ഓക്കെ, ഗവൺമെന്റിനോട് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പോളിസി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പോളിസി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യാനേ പറ്റുള്ളൂ. ഒഴിവാക്കാം, ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഈ ഗവൺമെന്റ് ഓഫീസ് പ്രൊഹിബിറ്റ് ടേക്കിംഗ് എ പർട്ടിക്കുലർ ആക്ഷൻ. എന്ത് ആക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ, വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം, ഗവൺമെന്റ് ഓഫീസർ താഴെയല്ലേ, പക്ഷെ ഒരു പർട്ടിക്കുലർ ആക്ഷൻ, ഡിസ്ക്രിഷണറി ആക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഒന്നും സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡിസ്ക്രിഷണറി ആക്ഷനിൽ സുപ്രീം കോടതി ഇടപെടാൻ പറ്റില്ല. അത് അയാളുടെ ഡിസ്ക്രിഷൻ ആണ്. അപ്പം ഇത് വളരെ ജേർണലിസ്റ്റിക് ടൈം അല്ലേ? പർട്ടിക്കുലർ ആക്ഷൻ ഒഴിവാക്കി. ഇവിടെ ലോവർ കോർട്ട് എന്താണ്? ടു ലോവർ കോർട്ട് പ്രൊഹിബിറ്റിംഗ് കണ്ടിന്യൂഷൻ ഓഫ് പ്രൊസീഡിംഗ് എ കേസ്. ലോവർ കോർട്ട് ആരടിയിലാണ്? നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹൈക്കോർട്ടിന്റെയും സുപ്രീം കോർട്ടിന്റെയും അണ്ടറിൽ വരുന്ന ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന, പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ മാത്രമായിരിക്കും എന്ത് ചെയ്യുക? പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരാളെ മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ, വിച്ച് ഈസ് ഓപ്ഷൻ സി. അവിടെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തു? ഒന്ന് ഓഡ് വൺ എടുത്തു. ഇതും രണ്ടും ഒരേ നേച്ചറാണ്. അവരെ ഒഴിവാക്കി. കാരണം ഗവൺമെന്റും പാർലമെന്റിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിനെ പ്രൊഹിബിറ്റ് ചെയ്യാം. ഗവൺമെന്റിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ പാർലമെന്റിനെയും പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ രണ്ടിനെ ഒഴിവാക്കാം. മനസ്സിലായോ? ക്ലബ് ചെയ്താണ് ഇവിടെ. പാർലമെന്റും ഗവൺമെന്റും ഒരേ നേച്ചർ അല്ലേ? ഒന്ന് ലെജിസ്ലേറ്ററും ഒന്ന് എക്സിക്യൂട്ടീവ് ആണ്. ലെജിസ്ലേറ്ററിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ എങ്ങനെ എക്സിക്യൂട്ടീവിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ലെജിസ്ലേറ്ററിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റിയാൽ എക്സിക്യൂട്ടീവിനെ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ആൻസറേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇത് രണ്ടിനെയും വെറുതെ ഇങ്ങനെയും, ഇത് വേറൊരു വഴി കൂടെ ഞാൻ ചെയ്യാണ്. ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കളയാൻ പറ്റും. ദെൻ യു ക്യാൻ കം ടു സി, ബിക്കോസ് ഇതെന്താണ്? വളരെ ജനറലിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്, പർട്ടിക്കുലർ ആക്ഷൻ. മനസ്സിലായോ? അങ്ങനെ ചിന്തിച്ചൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ ഇതൊരു കോമൺ സെൻസിന്റെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓഡ് വൺ ഔട്ടിനകത്ത് നമുക്ക് കണ്ടെത്താം. ഇതിനകത്ത് നമുക്ക് മനസ്സിലായി, വളരെ കാണുമ്പോൾ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഗ്രീൻഫീൽഡ് പ്രൊജക്ട് ചെയ്ത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഇതിനകത്ത് ഗ്രീൻഫീൽഡ് പ്രൊജക്ട് ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അപ്പൊ ഇതിനകത്ത് ബേസിക് ഒരു നോളജ് വേണം. എന്താണ് ഗ്രീൻഫീൽഡ് പ്രൊജക്ട് എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് അറിയണം. ഗ്രീൻഫീൽഡ് പ്രൊജക്ട് എന്താണ്? ഗ്രീൻഫീൽഡ് ന്യൂ പ്രൊജക്ട്. വെരി ഗുഡ്. ഗ്രീൻഫീൽഡ്, അത് നമ്മളൊരു ബേസിക് നോളജ് നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ന്യൂ പ്രൊജക്ട്സിനെയാണ് ഗ്രീൻഫീൽഡ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും ന്യൂസ് പേപ്പറിൽ കാണുന്നതാണ്. ആദ്യമായിട്ട് ഇതുവരെ ഇല്ലാത്തൊരു പുതിയൊരു എയർപോർട്ട് ഉണ്ടാക്കുന്നു. അല്ല, ഇവിടെ എയർപോർട്ട് ആയതുകൊണ്ട് എയർപോർട്ട് ഉണ്ടാക്കുന്നു. ഗ്രീൻഫീൽഡ് ഇപ്പം വിഴിഞ്ഞം ഗ്രീൻഫീൽഡ് എന്താണ്? പോർട്ടാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പോർട്ടാണ്. സോ അത് ഒരു ബേസിക് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അറിയേണ്ട കാര്യമാണ്. ന്യൂസ് പേപ്പറിലുള്ള സാധനമാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് എബോവ് കൺസ്ട്രക്റ്റഡ് ആസ് ഗ്രീൻഫീൽഡ് പ്രൊജക്ട്? അപ്പൊ ഇതിൽ ഏതാണ് പുതിയ പ്രൊജക്ട്? നിങ്ങൾ ആദ്യം ഏത് എലിമിനേറ്റ് ചെയ്യും? ഒരു കാര്യം നമുക്കറിയാം, എന്താണ് നമ്മൾ ഓപ്ഷനിൽ നിന്ന് പഠിച്ചത്? ഇതിൽ രണ്ടെണ്ണം എന്തായാലും ശരിയാണ്. തെറ്റുവാണെങ്കിൽ ഒരെണ്ണം തെറ്റാനുള്ള ചാൻസേ ഉള്ളൂ. ആ ഒരെണ്ണം ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. രണ്ടെണ്ണം നമ്മൾ വായിക്കാൻ പോകുന്നതിൽ മൂന്നിൽ രണ്ടെണ്ണം എന്തായിരിക്കും? ശരിയായിരിക്കും. നിങ്ങൾ ഏത് ആദ്യം എലിമിനേറ്റ്? ഭയങ്കര ഫാക്ച്വൽ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എലിമിനേറ്റ് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പുതിയ പ്രൊജക്റ്റാ.
തേർഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നു മേഘ പറയുന്നു. എന്തുകൊണ്ടാണ് തേർഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? വിജയവാഡ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാളത്തേക്ക് മുമ്പേ കേൾക്കുന്ന ഒരു ഓൾറെഡി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. മറ്റേതൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. സോ അത് പുതിയതാവാനാണ് സാധ്യത. വിജയവാഡ പുതിയതാവാനാണ്, അത് ബാക്കിയുള്ള രണ്ടും പുതിയതാവാനാണ് ചാൻസ് അല്ലേ? ബാക്കിയുള്ള രണ്ടും പുതിയതാവാനാണ് സാധ്യത. വിജയവാഡ ഓൾറെഡി ഉള്ള എയർപോർട്ടാണ്. ഓക്കെ, എയർപോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. വിജയവാഡയിലും എയർപോർട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഉള്ള എയർപോർട്ടാന്ന് ചിലപ്പം മേഘയ്ക്ക് അറിയായിരിക്കും, പക്ഷെ നമുക്ക് അറിയില്ല. പക്ഷെ ഇതിനകത്ത് നിങ്ങൾക്ക് 3 സ്ഥലം വായിച്ചിട്ട് ഏറ്റവും ഒരു ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ ഇപ്പൊ എയർപോർട്ട് എന്ന് പറയുന്നത് എയർപോർട്ടിന്റെ കോൺസെപ്റ്റ് എടുക്കും. ഇത് റോഡായിരുന്നെങ്കിൽ പോട്ടെ, നമുക്ക് പറയാം വെറുതെ റോഡാണ്. എയർപോർട്ട് ആദ്യം നമ്മൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞൊരു എയർപോർട്ട് പണിയുമ്പോൾ നമ്മൾ ആദ്യം എയർപോർട്ട് പറയുക റൂറൽ ഏരിയയിലാണോ അർബൻ സെന്ററിലാണോ പണിയാ? അർബൻ ഏരിയസിൽ അല്ലേ? അർബൻ സെന്റേഴ്സിലാണ് നമ്മൾ ആദ്യം പണിയുക. അതെല്ലാം എയർപോർട്ട് പണിതതിന് ശേഷമല്ലേ നമ്മൾ റൂറൽ ഏരിയകളിലേക്ക് എയർപോർട്ട് പോകുള്ളൂ. ഇവിടെ നമുക്ക് ഡോണി പോളോ എയർപോർട്ട് നമുക്ക് അറിയില്ല, പക്ഷെ ഡോണി പോളോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബേസിക്കലി ഏത് സ്ഥലമായിരിക്കും, ഏകദേശം ഒരു നോർത്ത് ഈസ്റ്റേൺ സ്ഥലമായിരിക്കും. അതുകൊണ്ട് എന്തായാലും പണ്ട് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എയർപോർട്ട്. കുഷിനഗർ നിങ്ങൾക്കറിയാം ബുദ്ധിസ്റ്റ് പ്ലേസ് ആണല്ലേ. കുഷിനഗർ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ആണ്, ഏഷ്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇതെന്തായാലും റിലീജിയസ് സിഗ്നിഫിക്കൻസിന് വേണ്ടി വരുന്ന എയർപോർട്ട് ആയിരിക്കും. റിലീജിയസ് സിഗ്നിഫിക്കൻസിന് ഒരു എയർപോർട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ അടുത്ത കാലത്ത് പണിതൊരു എയർപോർട്ട് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കോമൺ സെൻസിൽ ആലോചിച്ച് അറിയാലോ. പക്ഷെ വിജയവാഡ ഒരു അർബൻ സെന്റർ ആണ്. വർഷങ്ങളായിട്ട് അല്ലെ, കുറെ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയവാഡനെ കാണാൻ പറ്റും. ഒരു അർബൻ സെന്റർ ആണ്. സ്വാഭാവികമായിട്ടും ഒരു എയർപോർട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പുതിയ എയർപോർട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്ട് അല്ലെങ്കിൽ അത് വിജയവാഡ പ്രൊജക്ട് ആയിരിക്കും. കാരണം വിജയവാഡ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു അർബൻ സെന്റർ ആണ്. അപ്പൊ എയർപോർട്ട് എങ്ങനെയാ ആദ്യം പണിയാ? നമ്മളിപ്പോ കണ്ണൂർ എയർപോർട്ടാണോ ആദ്യം ഉണ്ടാക്കിയത്? നമ്മള് എറണാകുളവും കഴിഞ്ഞു, അത് കഴിഞ്ഞ് തിരുവനന്തപുരം ഉണ്ടാക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ബേസിക്കലി നമ്മൾ കോഴിക്കോട്, അങ്ങനെ ബേസിക്കലി എന്ത് ചെയ്യുന്നു, കണ്ണൂരിലേക്ക് എയർപോർട്ട് എത്തും. അപ്പം ആദ്യം വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ എവിടെ നോക്കുന്നു? അപ്പം അയ്യപ്പൻ ബേസിക്കലി എന്ത് ചെയ്യുന്നു, അയ്യപ്പന്റെ അടുത്ത് എയർപോർട്ട് വേണമെന്ന് പറയുന്നു, ശബരിമലേന്റെ അടുത്ത്. അപ്പൊ റിലീജിയസ് സിഗ്നിഫിക്കൻറ്റ് പിന്നീടേ വരുള്ളൂ, ദാറ്റ് ടു റീസെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെ നിങ്ങൾക്ക് സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾ നോക്കുമ്പം ഏറ്റവും ആദ്യം അർബൻ സെന്റേഴ്സിലാണ് എയർപോർട്ട് വരിക. എയർപോർട്ട് ആയതുകൊണ്ട് അവിടെ നിന്നാണ് പിന്നെ റൂറൽ ഏരിയയിലേക്ക് പോവുക. ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങൾ, അങ്ങനെ വലിയ വലിയ സാധനങ്ങൾ, വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ അർബൻ സെന്റേർഡ് ആയിരിക്കില്ലേ? അപ്പൊ ഇതിനകത്തുള്ള റൂറൽ സ്ഥലങ്ങൾ, ഇത് എയർപോർട്ട് അല്ലാതെ എന്ന് വിചാരിക്കുക, വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ സ്ഥലങ്ങളാണെന്ന് വിചാരിക്കുക, അത് വലിയൊരു അർബൻ സെന്റേർഡ് ആയ, അല്ലെങ്കിൽ ഇപ്പൊ എയർപോർട്ടിന് എപ്പോഴും ഒരു അർബൻ സെന്റർ വേണ്ടേ, അല്ലെങ്കിൽ എയർപോർട്ട് സക്സസ് ആവാനുള്ള ചാൻസ് കുറവല്ലേ? അപ്പൊ ഒരു അർബൻ സെന്റേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ അർബൻ ടു റൂറൽ ആയിരിക്കും അതിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. അത് സ്പ്രെഡ് ആവുന്ന ആദ്യം അർബൻ പിന്നെ റൂറൽ ഏരിയ. ഓക്കെ, അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഓപ്ഷൻ കാണുമ്പോൾ ഭയങ്കര ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒന്ന് ലോജിക്കായിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് ഇരുത്തി നിങ്ങൾ ഒരു 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനകത്തുള്ള ഓഡ് വണ്ണിനെ കണ്ടെത്താൻ പറ്റും. ഇത് ക്ലിയർ ആയോ? ഇതിങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് തന്നെ. ഇത് പണ്ട് ഏതോ ഒരു പരിപാടിയിൽ ഇങ്ങനെ എന്തോ ഒരു പരിപാടി ഇങ്ങനെ കാണിക്കില്ലായിരുന്നു, അതേപോലെ കാരണം ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങളെ മുഖം ഞാൻ കാണുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് റെസ്പോൺസ് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇതുണ്ട്, എല്ലാം വളരെ ക്ലോസ് ആണ്. പക്ഷെ ഇതിനകത്ത് ലോജിക്കലി ഒരു ഓഡ് വൺ ഉണ്ട്. അതെന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞ അതേ എയർപോർട്ടിന്റെ അതേ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുന്ന. ഇപ്പൊ ഞാൻ ഓരോ സാധനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ക്വസ്റ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സാധനം ഞാൻ പറയില്ല. ഞാൻ ബേസിക്കലി അങ്ങനെ പറഞ്ഞ് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നാളെ നിങ്ങൾക്ക് അതേ കോൺസെപ്റ്റ് ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേ പറയുള്ളൂ. അപ്പൊ ആ കോൺസെപ്റ്റുകൾ പറയുന്നു. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻകൺസിസ്റ്റൻസി ഇന്നലെ കേട്ട് മറക്കാനുള്ളതല്ല, ഇനി വരുന്ന പല ക്വസ്റ്റ്യൻസിലും കാണാൻ പറ്റും. എക്സ്ട്രീമിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ അർബൻ സെന്റേഴ്സ് എന്ന വലിയ പ്രോജക്ട്, അങ്ങനെ ഒരു യൂസേജിന്റെ ഒരു മാസ് കൺസെപ്ഷൻ വെച്ച് നമുക്ക് ആലോചിക്കുന്ന സാധനം, അങ്ങനെ പല സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ആ തോട്ട് പ്രോസസ് അതേപോലെ തന്നെ ഒന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സാധനം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അതിങ്ങനെ ഇടയ്ക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് തോന്നണം. അപ്പൊ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കുമ്പോൾ പല ടെക്നിക്ക് ഇത് എന്താണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. According to Environmental Protection Agency, which one of the following is the largest source of sulfur dioxide emission? ക്വസ്റ്റ്യൻ വായിച്ചോ? ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞെങ്കിൽ തംസപ്പ് വരുമോ? ഇതിൽ സൾഫർ
ഡയോക്സൈഡ് എമിഷൻ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? എല്ലാത്തിന്റെ അറ്റത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്മെന്റിലും ഫോസിൽ ഫ്യൂവൽസ് ഉണ്ട്. അപ്പം ഓട് വൺ എന്ന് പറഞ്ഞ് ഇത് എടുക്കരുത്. കാരണം ഞാൻ പറഞ്ഞു ഓട് വൺ എന്ന് പറഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓക്കെ, ഓട് വൺ കിട്ടി. എല്ലാത്തിന്റെ അറ്റത്ത് എന്ത് ചെയ്യരുത്? സൾഫർ ഫ്യൂവൽ ഇല്ല, ഇവിടെ ഫ്യൂവൽ ഉണ്ട്, അതല്ല ഓട് വൺ. ബേസിക്കലി നമ്മൾ പറഞ്ഞ എപ്പോഴും കോണ്ടെക്സ്റ്റ് വെച്ച് ചെക്ക് ചെയ്യണം അല്ലെ? അപ്പം ക്വസ്റ്റ്യൻ കണ്ടോ, ലാർജസ്റ്റ് സോഴ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇതിനെല്ലാം സൾഫർ ഡയോക്സൈഡ് എമിഷൻസ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് സൾഫർ ഫ്യൂവൽ ഇല്ല അല്ലെങ്കിൽ ഫ്യൂവൽ ഇല്ലാത്തതുകൊണ്ട് ഇതാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എലിമിനേറ്റ് ചെയ്യരുത്. കാരണം ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ലാർജസ്റ്റ് സോഴ്സ്. ദാറ്റ് മീൻസ് ഓൾ ആർ സോഴ്സ് ഓഫ് സൾഫർ ഡയോക്സൈഡ്. ഇനി ഇതിൽ നിങ്ങൾ എന്ത് കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എലിമിനേഷൻ നടക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ എലിമിനേഷൻ എന്ത് ചെയ്യണം? പൊല്യൂട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ സാധനം ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പൊല്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്നത്? ഒരാൾ പറയാവോ ഏതാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്നത്? അതിനുള്ള റീസൺ ലോക്കോമോട്ടീവ് യൂസിങ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ ഒന്ന് പറയോ? തനൂജയ് മേഴ്സ് പറയുന്നു എ. ഓക്കെ, ഒരുപാട് ആളുകൾ ലോക്കോമോട്ടീവ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരുപാട് ആളുകൾ ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ട്രെയിൻ ഒരു എഞ്ചിൻ അല്ലേ ഉള്ളൂ. ലോക്കോമോട്ടീവ്സ് മോട്ടോർ വെഹിക്കിൾസ് അല്ലേ? ലോക്കോമോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കോമോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ കാർ അല്ല കേട്ടോ. കാർസ് ഒരുപാട് ഉണ്ടല്ലോ. ഓക്കെ, വാട്ട് ഈസ് ലോക്കോമോട്ടീവ്സ്? നമ്മൾ ബേസിക് സാധനങ്ങൾ ജസ്റ്റ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേം ആണ്. ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ ട്രെയിൻസ് ഒക്കെ അല്ലേ? ട്രെയിനിന്റെ എഞ്ചിൻ. അപ്പൊ ഒരുപാട് പേര് ട്രെയിനിൽ കയറുന്നുണ്ട്. പക്ഷെ ഒരു ട്രെയിൻ ഒരു എഞ്ചിൻ അല്ലേ ഉള്ളൂ, 10 എഞ്ചിൻ ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് കാർ ശരീര കാറല്ല കേട്ടോ. ലോക്കോമോട്ടീവ്സ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ എഞ്ചിൻസ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പൊ അതല്ല, വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാം? ബാക്കിയുള്ളവർ പറഞ്ഞേ. ഇനി ആലോചിച്ച് നോക്കിയേ. തെറ്റിക്കോട്ടെ, കാറാന്നൊക്കെ അങ്ങനെ തെറ്റുന്നൊന്നും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പഠിക്കാലോ. ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്ന നമ്മൾ അത് അറിയില്ല. ഏത് എലിമിനേറ്റ് ചെയ്യും? ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ നേരത്തെ കോൺസെപ്റ്റ് ആലോചിക്കുക. ലാർജസ്റ്റ് സോഴ്സ് ആണ് വേണ്ടത്. അപ്പൊ എല്ലാത്തിലും ഫോസിൽ ഫ്യൂവൽ ഉണ്ട്. അപ്പൊ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്കും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സാധനങ്ങൾ എന്താണോ അതായിരിക്കണം വേണ്ട ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ട്രെയിൻ ഉണ്ടാവും? അതും ട്രെയിൻ എന്ത് ചെയ്യുന്നു? ബേസിക്കലി എന്ത് ചെയ്യുന്നു? ടോട്ടൽ എത്ര ട്രെയിൻ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ട്രെയിൻ വരാം അല്ലെ? അതിന്റെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വളരെ കുറവാണ്. ഷിപ്പ് നോക്കിക്കേ, ആകെ കടലിൽ മാത്രമേ ഷിപ്പ് ഓടുള്ളൂ. പക്ഷെ നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി എന്താണ്? ബേസിക്കലി കൂടുതൽ ലാൻഡാണ്. എത്ര ഷിപ്പ് ഓടിച്ചാലാണ് ഇത്രയും പൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക ഷിപ്പിനെ കൊണ്ട്? ബാക്കി ലാൻഡിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൊല്യൂഷൻ ആരുണ്ടാക്കണം? ഷിപ്പ് ഉണ്ടാക്കണം. ഒന്നെന്താണ്, ഷിപ്പിംഗ് പൊതുവേ പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസം തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഷിപ്പിനുള്ള സ്പേസ് കുറവല്ലേ? ആകെ കടലിലൂടെ മാത്രമല്ലേ ഷിപ്പ് ഓടിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അത് എത്ര ഷിപ്പ് ഉണ്ടാവും? ഒരുപാട് ഷിപ്പ് ഉണ്ടാവും. കാറുള്ള അത്ര ഷിപ്പ് ഉണ്ടാവും? ഇല്ല. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഓർസ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ എത്ര സ്ഥലത്ത് മെറ്റൽ ഓർസ് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്? കൂടിപ്പോയ 1-2 സ്ഥലത്ത് മെറ്റൽ എക്സ്ട്രാക്ഷൻ, മെറ്റൽ ഓർ എക്സ്ട്രാക്ഷൻ. മെറ്റൽ ഓർ പിന്നെയും മോണസൈറ്റിന്റെ ഒക്കെയാണ് ഇവിടുത്തെ കൊല്ലത്തൊക്കെ ഉള്ളത്. ബേസിക്കലി മെറ്റൽ ഓർ എക്സ്ട്രാക്ഷൻ കേരളത്തിൽ 1-2 സ്ഥലത്ത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ജില്ലയിൽ ചിലപ്പോൾ നിങ്ങൾ മെറ്റൽ ഓർ എക്സ്ട്രാക്ഷൻ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? പവർ പ്ലാന്റ്സ് യൂസിങ് ഫോസിൽ ഫ്യൂവൽസ്. പവർ പ്ലാന്റ്സ് അല്ലേ എനർജി, ഇലക്ട്രിസിറ്റി അല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്? നമ്മളെ എനർജി എവിടുന്നാ വരുന്നത്? ഫോസിൽ ഫ്യൂവൽസ്, തെർമൽ പവർ പ്ലാന്റ്സ് എന്നല്ലേ? 55% മുകളിൽ എന്താണ്? തെർമൽ പവർ പ്ലാന്റ്സ്. സ്വാഭാവികമായിട്ടും തെർമൽ പവർ പ്ലാന്റ്സ് അല്ലേ വരുള്ളൂ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താന്ന് നോക്കിയാൽ പോരെ? നേരത്തെ അതേ എയർപോർട്ടിന്റെ അതേ കോൺസെപ്റ്റ്. എയർപോർട്ട് ഏറ്റവും കൂടുതൽ ആളുള്ള സ്ഥലത്ത് ആദ്യം എയർപോർട്ട് വന്നിട്ടുണ്ടാവും, പിന്നീടാണ് ആളില്ലാത്ത സ്ഥലത്തേക്ക് പോവുക. അതുകൊണ്ടാണ് നമ്മൾ വിജയവാഡനെ ഒഴിവാക്കിയത്. അതേപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവും. ബാക്കി എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എക്സ്ട്രാക്ഷൻ എത്ര ഓറുണ്ട്, എത്ര മെറ്റൽ എക്സ്ട്രാക്ഷൻ സ്ഥലങ്ങളുണ്ട്? ആന്ധ്രാപ്രദേശിലുണ്ട്, കർണാടകയിലുണ്ട്, ബേസിക്കലി തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലത്താണ്. ഓരോ പോയിന്റഡ് ആണ്, പല ചെറിയ സ്ഥലങ്ങളിലേ ഉള്ളൂ. ഷിപ്പിംഗ് കടലിൽ മാത്രമേ ഉള്ളൂ. എത്ര ഷിപ്പ് ഉണ്ടാവും? വളരെ കുറവ്. ലോക്കോമോട്ടീവ്സ് എത്ര ഉണ്ടാവും? കുറവുണ്ട്. ആകെ 4 പ്ലാറ്റ്ഫോമാണ് തിരുവനന്തപുരത്തുള്ളത്. ഒരേ സമയം 4 ട്രെയിൻ നിർത്തിയിടാനേ പറ്റുള്ളൂ. വളരെ കുറവാണ് അല്ലെ? ലോക്കോമോട്ടീവ്സ് തെറ്റിദ്ധരിക്കരുത്. കാറാന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇന്ന് പോട്ടോ. കാറാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പം
വെഹിക്കിൾസ് വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ കാർസ് ഒക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് വന്നു. നിങ്ങളിപ്പോ ലോക്കോമോട്ടീവ്സ് തെറ്റിദ്ധരിച്ചത് ഇപ്പൊ മനസ്സിലായി, ഓട്ടോമൊബൈൽസ് ആയിരിക്കും. ഓട്ടോമൊബൈൽ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ആയിരിക്കും ഉത്തരം. കാരണം മജോറിറ്റി ഓട്ടോമൊബൈലാണ്. എങ്ങനെയായാലും ഇത്രയും പവർ പ്ലാന്റ്സ് ഓടുന്നതിനെക്കാട്ടും കൂടുതൽ വണ്ടി ഓടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോമൊബൈൽ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. മനസ്സിലായോ? ഈസി അല്ലേ? അപ്പം ആലോചിക്കേണ്ട മെത്തേഡ് മനസ്സിലായി. ഉത്തരം നമുക്ക് വേണ്ട, ഒരു ടെക്നിക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഒരു എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എലിമിനേഷൻ ഓഡ് വൺ മാത്രമല്ല, ഇതിനകത്തൊരു ക്ലബിംഗ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് എപ്പോഴും എത്തണമെന്നില്ല കേട്ടോ. ചില സമയത്ത് എലിമിനേറ്റ് തെറ്റിപ്പോകും. നമുക്ക് തെറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും എടുക്കാം. എന്നാലും നിങ്ങൾക്ക് അതിനകത്തൊരു ബാലൻസ് കിട്ടുള്ളൂ. കുറച്ചെണ്ണം തെറ്റണം. പക്ഷെ എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെ പല ഭാഗങ്ങളും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി പല സാധനങ്ങൾ ഇവിടെ ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ. വേർഡുകൾ കൃത്യമായി വായിക്കുക, എല്ലാ വേർഡ്സും കൃത്യമായിട്ട് വായിക്കുക, അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നോക്കുക. ഒരു വലിയ ടെക്നിക്കൽ കോൺസെപ്റ്റ് ഒന്നും അറിയണ്ട, പക്ഷെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നോക്കുക. ഡിമാൻഡ് എന്നുള്ള വേർഡിന്റെ മീനിങ് ഒക്കെ നിങ്ങൾ അറിയണം. അതൊന്നും നോളജ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, നോർമൽ സാധനങ്ങളാണ്. ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും? 1 and 2 സിമിലർ ആണ്. എസ്. അതിന്റെ അർത്ഥം എന്താ? അത് നമുക്ക് ക്ലബ് ചെയ്യാം. പക്ഷെ രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ പറയുന്നത്. നോക്കിക്കേ, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കോംപ്ലിമെന്റ് ഗുഡ്സും ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ? കണ്ടാവും, രണ്ടും ഒരേ ഡയറക്ഷൻ, രണ്ടും ഇൻക്രീസ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എക്കണോമിക്സിൽ രണ്ട് ഡിഫറൻറ്റ് സാധനം ഒരേ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ ശരിയാവില്ല, ഓപ്പോസിഷൻസ് ആയിരിക്കും. എക്കണോമിക്സിലെ ഏത് ക്വസ്റ്റ്യനിലും ഒരേ നേച്ചറുള്ള സാധനം ഒരേ ഡയറക്ഷനിൽ പോവുകയാണ്, ഡിഫറെന്റ് നേച്ചറുള്ള സാധനം ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. അതിലേതെങ്കിലും എന്താണ്? രണ്ടും ഒരിക്കലും ശരിയാവില്ല. തെറ്റായിരിക്കും എന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും. കാരണം ഇവർ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഇപ്പം സപ്ലൈയും ഡിമാൻഡും എന്ന് എടുക്കുക. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സപ്ലൈ ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് എന്തായാലും തെറ്റായിരിക്കും. കാരണം രണ്ടും, സപ്ലൈ എന്ന് പറയുന്ന ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്, ഡിമാൻഡ് എന്ന് പറയുന്ന ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ്. രണ്ടും ഒരേ ഡയറക്ഷനിൽ പോവില്ല, ഏതെങ്കിലും ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണം. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്തായിരുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു പോകേണ്ടത്. ഇപ്പൊ രണ്ടും കറക്റ്റ് ആയി. ഇപ്പൊ ഇതെന്താണ്? ഒരേ നേച്ചർ ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല, കറക്റ്റ് ആവില്ല. UPSC എപ്പോഴും എക്കണോമിക്സിൽ ഒരേ നേച്ചറുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ഡിഫറെന്റ് നേച്ചറുള്ള സാധനത്തിനെ ഒരേ ഡയറക്ഷനിൽ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നേ ശരിയാവുള്ളൂ എന്ന് ആദ്യം അങ്ങ് മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കിക്കേ, ഇവിടെ രണ്ടും ഒന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഒന്നും രണ്ടും ഒന്നിച്ച് ശരിയാവില്ല, ഒന്നും രണ്ടും ഒന്നിച്ച് തെറ്റിയില്ല. അപ്പം ഒന്നും രണ്ടും ഉള്ള സ്റ്റേറ്റ്മെന്റിനെ ഒഴിവാക്കാം. ഇതിനെ ഒഴിവാക്കി കിട്ടി. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇനി UPSC നിങ്ങൾക്ക് വേണം ഈ ഡിമാൻഡ് എന്താണെന്ന് ഒന്നും മനസ്സിലായില്ലേ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ UPSC സാധനം തന്നിട്ടുണ്ട് അല്ലെ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലായിടത്തും കറക്റ്റ് ആണ്. പ്രൈസ് ഫാൾസ്. ഇനി വായിച്ചിരിക്കുക, അതർ തിങ് റിമെയിൻ അൺചേഞ്ച്ഡ്. എന്തെങ്കിലും ആയിക്കോട്ടെ, മാർക്ക് അതർ തിങ് റിമെയിൻ അൺചേഞ്ച്ഡ്. എന്താണ് അതർ തിങ് എന്ന് നമുക്ക് അറിയില്ല. മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ ഗുഡ് മൈറ്റ് ഇൻക്രീസ്. ഒരു സാധനത്തിന്റെ ഗുഡ്സിന്റെ ഗുഡ് ഡിമാൻഡ് മൈറ്റ് ഇൻക്രീസ് ചെയ്യണം. ഇതിൽ എന്ത് സംഭവിച്ചാലാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആകെ മനസ്സിലായ കാര്യം എന്താണ്? ഇത് രണ്ടും ക്ലബ് ചെയ്ത് ഇതിനെ ഒഴിവാക്കാം. പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇൻക്രീസസ്. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലും എക്സാമിന് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്റ് ഗുഡ്സും എൻ്റെ നിന്ന് മാറിപ്പോന്ന് വിചാരിക്കുക. കാരണം നമുക്ക് ബുദ്ധിയും വിവരം ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്റ് ഗുഡ്സും മാറിപ്പോകും. ഇതിൽ ഏതായിരുന്നു ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് കൂടുക കുറയുക എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയൊരു ധാരണ ഇല്ല എന്ന് വിചാരിക്കുക. അതുകൊണ്ട് അത് അവിടെ നിൽക്കുക. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇത് രണ്ടും ഒന്നിച്ച് ശരിയാവില്ല എന്ന് എനിക്കറിയാം. അതിലുകൊണ്ട് ഞാൻ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. എ ഗുഡ് ഈസ് ഇൻഫീരിയർ ഗുഡ്സ്. ഇവിടെ നോക്കിക്കുക, ടെക്നിക്കൽ ടേം ഇല്ല, ഇൻഫീരിയർ ഗുഡ്. ആൻഡ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഇൻക്രീസസ്. എന്താണ് ഇൻഫീരിയർ ഗുഡ്? ഇൻഫീരിയർ ഗുഡ് എന്താണെന്ന് എനിക്കറിയണ്ട. വേർഡ് ഇൻഫീരിയർ എന്താണ്? മോശപ്പെട്ട സാധനം അല്ലെ, ഇൻഫീരിയർ ആയിട്ടുള്ള സാധനം. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാൻ മറ്റവനെക്കാട്ടും താഴെയാണോ? അതൊക്കെ നമുക്കറിയാം. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, ഐ എം ഇൻഫീരിയർ, ഹി ഈസ് ഇൻഫീരിയർ ടു മീ.
അങ്ങനത്തെ വേർഡുകളൊക്കെ സിമിലർ ഭയങ്കര കോമൺ അല്ല. ഇൻഫീരിയർ പല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡുമായിട്ട് ലിങ്ക് ചെയ്തു, നിങ്ങൾക്ക് അറിയുന്ന വേർഡുകളായിട്ട് ലിങ്ക് ചെയ്ത് ആലോചിച്ചോ. ഇൻഫീരിയർ എന്നാൽ താഴെയുള്ളത്. ഇൻഫീരിയർ കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെക്കാട്ടും താഴെയാണോ എന്നുള്ളത് എനിക്ക് കോംപ്ലക്സ്, ഞാൻ എനിക്ക് അത്രയില്ല, അതിനെനിക്ക് ഈഗോ ക്ലാഷ് അല്ലേ. ഇനി ഇൻഫീരിയർ ഗുഡ്സ് ഞാൻ കൂടുതൽ മേടിക്കും, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത് എപ്പം എന്റെ ഇൻകം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ. അതായത് വലിയ ക്വാളിറ്റി ഇല്ലാത്ത ഗുഡ്സ് ഞാൻ റിച്ച് ആയി കഴിഞ്ഞാൽ കുറെ മേടിക്കും. ഞാൻ മേടിക്കോ? ഫോർ എക്സാമ്പിൾ ഞാൻ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടായിരുന്നു ബേസിക്കലി കത്തിച്ചിട്ടായിരുന്നു ചെയ്യുന്നത്, ഞാൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഞാൻ ഇനിയും മണ്ണെണ്ണ മേടിക്കോ? ഞാൻ ഗ്യാസ് സ്റ്റവ് മേടിക്കില്ലേ? ക്ലിയർ ആയോ? തംസപ്പ് വരുമോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, മറ്റേ സാധനം ഇട്ടെ, തംസ് ഡൗൺ ഇട്ടെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ. ഇൻഫീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട ഗുഡ്സ്, അതൊരിക്കലും ഇൻകം കൂടുന്ന ഒരാൾ മേടിക്കില്ലല്ലോ. ആ വേർഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇതിന് രണ്ടിനെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പോയി. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫീരിയർ ഗുഡ്സിന് എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി ആദ്യം തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ ഒഴിവാക്കിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ ഞാൻ ക്ലബിങ്ങും കൂടി കാണിച്ചിരുന്നത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലബ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുക. അപ്പം ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒഴിവാക്കാം. ഇത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്, ഈ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എക്കണോമിക്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അതിൽ ഒന്ന് മാത്രമേ ശരിയാകുള്ളൂ. ഓക്കെ, അത് വെച്ച് നമുക്ക് വേറെ കുറെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പൊ അതെപ്പോഴും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ ബേസിക്കലി ഇൻഫീരിയർ എന്ന് പറഞ്ഞ വേർഡ് മാത്രം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇതൊന്നും ചെയ്ത് നോക്കിക്കേ. വേർഡ്സ് കൃത്യമായിട്ട് വായിക്കുക, കൃത്യമായിട്ട് അതിനകത്തുള്ള വേർഡുകളുടെ അതായത് ക്വസ്റ്റ്യനിലുള്ള വേർഡുകളുടെ മീനിങ് നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ബേസിക്കലി ആകെ ഇതിനകത്ത് അറിയാൻ പോകുന്നത് ചിലപ്പോൾ ഞാൻ പറയട്ടെ ബോൺസും സ്റ്റോക്കും ആണ്. അത് ബേസിക് ആയിട്ട് ഒരു UPSC ആസ്പിറന്റ് അറിഞ്ഞിരിക്കണമല്ലോ. ബോണ്ടും സ്റ്റോക്കും കേൾക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ UPSC എവിടെയും ക്ലാസ് പഠിച്ചിട്ടുണ്ടാവില്ല ബോണ്ടും സ്റ്റോക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കാം, ഞാൻ ഉത്തരം പറയണ്ട, ക്വസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നോളജ് ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് എക്സ്പാൻഡ് ചെയ്യാം വിത്ത് റെഫറൻസ് ടു ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലായി. ഇതൊരു വേർഡ് കിട്ടി. കൺസിഡർ ദ ഫോളോയിങ്. ബോണ്ട് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഹെഡ്ജ് ഫണ്ട് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. ഇതിൽ നിന്ന് എനിക്ക് ബോണ്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ആരെങ്കിലും ബോണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തംസ് ഡൗൺ ചെയ്യോ? ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ബോണ്ട് എന്നുള്ള ബേസിക് ഐഡിയ ഇല്ല, അറിയില്ല എന്നുള്ള ഒരാൾ തംസ് ഡൗൺ ചെയ്യോ? ഇല്ല, ആരുമില്ല. സ്റ്റോക്ക് എന്താണെന്ന് അറിയാത്തവരൊന്ന് തംസ് ഡൗൺ ചെയ്യോ? അതും ആരുമില്ല, ബേസിക് ആണ്. ഹെഡ്ജ് ഫണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവൂലേ? തംസപ്പ് വരുമോ ഹെഡ്ജ് ഫണ്ട് അറിയില്ലെങ്കിൽ? ഉണ്ടാവും. വെഞ്ചർ ക്യാപിറ്റൽ അറിയാത്തവരുണ്ടാവില്ലേ? എനിക്കറിയില്ല വെഞ്ചർ ക്യാപിറ്റൽ ഹെഡ്ജ് ഫണ്ട് എന്താന്നുള്ളത്. ഞാൻ എക്കണോമിക്സ് ഫാക്കൽറ്റി ഒക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് വെറുതെ പറഞ്ഞാൽ അറിയാം. ഓക്കെ, ഇനി അങ്ങനെ പറയണ്ട. ഇനി ഹൗ മെനി ഓഫ് ദ എബോ ആർ ട്രീറ്റഡ് ആസ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഇനി നോക്കിക്കോ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വേർഡിനെ ഒറ്റയടിക്ക് വായിക്കും. എക്കണോമിക്സിൽ എല്ലാ വേർഡിനെയും ഡീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അപ്പൊ 3 വേർഡാക്കി ഇതിനെ മാറ്റി. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇൻവെസ്റ്റ് ചെയ്യാനാണ്. വാട്ട് ഈസ് ഫണ്ട്സ്? ഫണ്ട്സിന് എന്ന് പറയുന്ന ഒരു മീനിങ് എന്നറിയോ എക്കണോമിക്സിൽ? വാട്ട് ഈസ് ഫണ്ട്സ്? അതും അവിടെ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ ഒരു കൂട്ടം അല്ലെ. കുറെ ഫണ്ട്സ്, പൈസ കുറെ കയ്യിൽ കുറെ ഫണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താണ്? പൈസയുടെ കൂട്ടമാണ് ഫണ്ട്സ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇല്ലാത്തതിൽ നിന്നും കൂടുതലുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പലർക്കും അറിയാത്ത 2 സാധനം ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഹെഡ്ജ് ഫണ്ടും വെഞ്ചർ ക്യാപിറ്റലും അല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അതായത് എല്ലാവർക്കും അറിയാത്തൊരു ഓൾട്ടർനേറ്റീവ്. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ ഇല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു ഫണ്ട് ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? കോമൺ അല്ലാത്തൊരു സാധനം ആയിരിക്കുമല്ലോ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്തായിരിക്കും അത്? ബോൺസും സ്റ്റോക്കും എന്തായിരിക്കും? ബേസിക്കലി നിങ്ങൾക്ക് അറിയുന്ന സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ബോൺസും സ്റ്റോക്കും ഓൾട്ടർനേറ്റീവ് ആവില്ലല്ലോ. അത് മേജർ ആയിട്ടുള്ള പ്രൈമർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങനെ രീതിയിൽ ചിന്തിക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പോകാം. കാരണം ഇതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആകെ ഇത് 2 മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് അറിയാത്ത സാധനം എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും കേൾക്കാത്തൊരു സാധനം.
ഇനി അതല്ല, കുറച്ചുകൂടി നിങ്ങൾക്ക് എക്കണോമിക്സിൽ കുറച്ചുകൂടി ധാരണയുണ്ട്, ഫണ്ട്സിന്റെ മീനിങ് അറിയാം എന്നുണ്ടെങ്കിൽ ആക്ച്വലി വീണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. ഫണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി മൾട്ടിപ്പിൾ ആളുകളുടെ ഫണ്ട് എവിടെയൊക്കെ നിങ്ങൾ ഫണ്ട്സ് കേട്ടിട്ടുണ്ടോ, ഫണ്ട്സ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സോഴ്സ്ഡ് ബൈ മെനി പീപ്പിൾ. എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിടുന്നതിനെയാണ് നമ്മൾ ഫണ്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. മ്യൂച്വൽ ഫണ്ട് കേൾക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ, മ്യൂച്വൽ ഫണ്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് ഈസ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലേ, കുറെ ആളുകൾ പൈസ കൂട്ടി ഒരു സ്ഥലത്തേക്ക് ഇടുന്നു, അവിടുന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു? ഈ പൈസ എല്ലാം കൂടി ഒരാൾ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എല്ലാ ഫണ്ട്സും ഇങ്ങനെ, ഫണ്ട്സ് എങ്ങനെ വരിക? പല ആളുകളും പൈസ തരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ കൂട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു IAS ഫണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ കോൺട്രിബ്യൂട്ട് 100 rupees ഈച്ച്, then I am investing this 100 rupees to Lakshmikant. Okay, this is what funds. So it is created from എങ്ങനെയാണ്? പല ആളുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ പൈസ മേടിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി പല ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ള ഫണ്ടാണ്, റിച്ച് ചെയ്യുന്ന ഫണ്ടാണ്. ദിസ് ഇസ് നോട്ട് ഫോർ പുവർ പീപ്പിൾ ലൈക്ക് അസ്, ഫോർ റിച്ച് പീപ്പിൾ. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നു? ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെറിയ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽസ്. സോ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഇതൊക്കെ പല ഓൾട്ടർനേറ്റീവ്, ഇവിടെയൊക്കെ എന്താണ്? ബേസിക്കലി ഓൾട്ടർനേറ്റീവ് ബേസിക്കലി റിച്ചിനുള്ള ഫണ്ട്സ് ആണ്. ഓൾട്ടർനേറ്റീവ് ഫണ്ട് നമ്മൾ പുവർ ആണ് ഇവിടെ ചെയ്യുക, ഫണ്ട്സ്, ബോൺസ് ആൻഡ് സ്റ്റോക്ക്. ഓൾട്ടർനേറ്റീവ്സ് ആർ ദിസ്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോമൺ സെൻസ് സാധനോട് യൂസ് ചെയ്യേണ്ട സാധനം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സിമിലർ സാധനത്തിന് ഈസി ആയിട്ട് ക്ലബ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എക്കണോമിക്സിൽ ഉത്തരം കിട്ടും. ആൻസർ എന്തായിരിക്കും? ഓൺലി 2 ആയിരിക്കും. ഇതിനെയും ക്ലബ് ചെയ്യുക, ഇതിനെയും ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ ഉത്തരം എടുക്കുന്നതെങ്കിലും ഇതാണ് ഉത്തരം എടുക്കുന്നതെങ്കിലും എക്കണോമിക്സിൽ ഉത്തരം കിട്ടും. കാരണം ഒരേ 4 എണ്ണമാണ്. ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് വരുന്നെങ്കിൽ ഏതെങ്കിലും 2 എടുത്താലും ഉത്തരം കിട്ടും. ക്ലിയർ ആയോ? സർ ഒന്നും കൂടി പറയാമോ? അതായത് ബേസിക്കലി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന വേർഡുകൾ ശ്രദ്ധിക്കണം. എക്കണോമിക്സിൽ എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും ആ ചോദ്യങ്ങളുടെ വേർഡാണ് ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അത് എക്സ്പ്ലെയിൻ ചെയ്താൽ, അത് സാധാരണ ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരമായിട്ട് വെക്കാൻ പറ്റുന്ന, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ. ഫണ്ട്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ബേസിക്കലി പല ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഫണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്, ഇതൊക്കെ ഫണ്ടുകളാണ്. മ്യൂച്വൽ ഫണ്ട്, ETF, എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹെഡ്ജ് ഫണ്ട് ഉണ്ടായി. ഒന്നിതാ ഇവിടെ ഫണ്ട് എന്നുള്ള വേർഡ് ഉണ്ട്, ഇവിടെ ഒറ്റയടിക്ക് എടുക്കാം. ഹെഡ്ജ് ഫണ്ട്, അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ. ഇതൊക്കെ എന്താണ്? ബേസിക്കലി ഇപ്പൊ കുറെ റിച്ച് ആയ ആളുകൾ, അല്ലെങ്കിൽ ഫണ്ടിന്റെ മീനിങ് മാത്രം ഞാൻ പറയുന്നത് കേട്ടോ, ഫണ്ടിന്റെ മീനിങ് മാത്രം, ഓൾട്ടർനേറ്റീവിന്റെ അല്ല. ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കുറെ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു വലിയൊരു ക്യാഷിന്റെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റോക്കിൽ എങ്ങനെയാ ഇഷ്യൂ ചെയ്യാം? ഞാൻ ഒരു സ്റ്റോക്ക് മേടിക്കുന്നു, അല്ല ഞാൻ 100 പേരെ നിന്ന് പൈസ മേടിച്ചിട്ടല്ല ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്ക് മേടിക്കുക. ഞാൻ ഒരു സ്റ്റോക്ക് മേടിക്കുന്നു, അല്ല 10 സ്റ്റോക്ക് മേടിക്കുന്നു, എന്റെ മാത്രം പൈസയാണ്. ബോണ്ട്, ഞാൻ 10 ബോണ്ട് മേടിക്കുന്നു, 20 ബോണ്ട് മേടിക്കുന്നു, എന്റെ മാത്രം പൈസയാണ്. പക്ഷെ ഫണ്ട് എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എന്റെ ഒരു ഏജന്റിന് എന്ത് ചെയ്യുന്നു? പൈസ കൊടുക്കുന്നു, ആ ഏജന്റ് എനിക്ക് പകരമാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ SBI മ്യൂച്വൽ ഫണ്ട്, ക്യാപെക്സ് മ്യൂച്വൽ ഫണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ HDFC മ്യൂച്വൽ ഫണ്ട്. ഈ HDFC മ്യൂച്വൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് HDFC ആണ് ഇതിന്റെ ബ്രോക്കറിന് ഫണ്ട് കൊടുക്കുന്നു, അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഈ ഫണ്ട്. ഇനി ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ പകരമായി ഉപയോഗിക്കുന്നത്. അപ്പൊ എപ്പോഴും ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കും? കോമൺ പീപ്പിൾ ഉപയോഗിക്കാത്ത സാധനമായിരിക്കില്ലേ ഓൾട്ടർനേറ്റീവ്? എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരമായി ഉപയോഗിക്കുന്ന സാധനമായിരിക്കും ഓൾട്ടർനേറ്റീവ്. ഇവിടെ പകരം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞു, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. ഓൾട്ടർനേറ്റീവ് എന്താണ്? ഇത് രണ്ടുമാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇതിനകത്തൊരു ഓഡ് വൺ എടുത്ത് നോക്കിക്കേ. With regard to non-cooperation movement, boycott of law courts and foreign clothes. ഇതിൽ എന്തായിരുന്നു? ഹൗ മെനി ഓഫ് ദ എബോവ് വെയർ പാർട്സ് ഓഫ് ദ പ്രോഗ്രാം ആണെന്ന് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ 4 ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? 4 എണ്ണം ശരിയായിട്ട് നമുക്ക് ആദ്യം എടുക്കാം. പക്ഷെ ഇങ്ങനൊരു ഓപ്ഷൻ 4 ശരിയാവാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണോ എന്നുള്ളതിനെ വാദിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നിങ്ങൾ നോക്കണം. ഏതെങ്കിലും ഓഡ് വൺ ഇതിനകത്ത് ഉണ്ടോ നോക്കിക്കേ. ഒരു ചേർച്ചയില്ലായ്മ.
ഫോർത്ത് വണ്ണിന് ചേർച്ചയില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് പഞ്ചായത്ത് ഫോർ സെറ്റിലിംഗ്. അതെന്താ ചേർച്ചയില്ലാത്ത? വൈ? വേറെ ആരെങ്കിലും ഫോർത്ത് വണ്ണിന് ചേർച്ചില്ലാന്ന് തോന്നുന്നുണ്ടോ? വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ്? ഫോർത്ത് വണ്ണാ ചേരുന്നില്ലാന്ന് തോന്നുന്നേ. അതെ. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ ഈ ഓരോ സാധനത്തിന്റെ വേർഡ് നിങ്ങൾ തന്നെ എക്സ്പാൻഡ് ചെയ്യണേ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ മീൻ ആ വേർഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്താണെന്ന് അറിയണ്ട, നിങ്ങൾക്ക് അറിയാം 90-20 ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. നോൺ കോപ്പറേഷൻ എന്ന് പറയുന്നതിന്റെ വേർഡിന്റെ മീനിങ് എന്താ? മലയാളത്തിൽ എന്ത് പറയുന്നത്? സഹകരിച്ചു പോകാത്തത്. നിങ്ങൾ സഹകരിക്കുന്നില്ല, നിങ്ങൾ അവരുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഇനി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നോട്ട് കോപ്പറേറ്റിംഗ് അല്ലേ? നിങ്ങൾ ആരുമായിട്ട് കോപ്പറേറ്റിംഗ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല, പിണക്കത്തിലാണ് നിങ്ങൾ. ഇനി ആരുമായിട്ടായിരിക്കും പിണക്കത്തിൽ? ഇവിടെ ആരോടായിരിക്കും പിണക്കം? ബ്രിട്ടീഷുകാരോട് പിണക്കമാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ ഒരു സാധനവും നമുക്കിനി വേണ്ട. ബോയ്കോട്ട് ഓഫ് ലോ കോട്ട്സ് ആൻഡ് ഫോറിൻ ക്ലോത്ത്. ഫോറിൻ ബ്രിട്ടീഷിന്റെ, ലോ കോട്ട് ബ്രിട്ടീഷിന്റെ വേണ്ട, കുഴപ്പമില്ലല്ലോ, നോൺ കോപ്പറേഷൻ ആണ്. ഒബ്സർവൻസ് ഓഫ് സ്ട്രിക്റ്റ് നോൺ വയലൻസ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാം, ബേസിക്കലി എന്താണ്? നോൺ വയലന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഓക്കെ, ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത് ആൻഡ് സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്. ഇവിടെ നിങ്ങൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടോണ്ട് ഞാൻ പറഞ്ഞു കോൺടെക്സ്റ്റ് നോക്കണം. ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത്, ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അതൊരു ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്? ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ സാധനം എവിടുന്ന് വന്നതാണ്? ഇപ്പൊ ഡെമോക്രസി വെസ്റ്റ് നിന്ന് വന്നതാണ് അല്ലേ? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. പാർലമെന്റ് ബ്രിട്ടീഷ് കൊണ്ടുവന്നതാണ്. പക്ഷെ ഈ പഞ്ചായത്ത് ബ്രിട്ടീഷിന്റെ സിസ്റ്റം ആണോ? ഇന്ത്യയിൽ എല്ലായിടത്തും പഞ്ചായത്ത് ഉണ്ട്. 1992 തൊട്ട് നമുക്ക് പഞ്ചായത്ത് രാജ് ഉണ്ടെന്ന് വിചാരിക്കുക, കോൺസ്റ്റിറ്റ്യൂഷനിലേ ഉണ്ട്. ഈ പഞ്ചായത്ത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്? വെറുതെ ഈ ക്വസ്റ്റ്യൻ ബന്ധമില്ല, ഞാൻ വെറുതെ ചോദിക്കും, ഇത് ബ്രിട്ടീഷ് സിസ്റ്റം ആണോ അതൊരു ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റം ആണോ? പഞ്ചായത്ത് ട്രഡീഷണൽ സിസ്റ്റമാണ്. കാസ്റ്റ് പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത്. ഇന്ത്യയിൽ പണ്ട് മുതലേ പഞ്ചായത്ത് ഉണ്ട്. ഈ പഞ്ചായത്തിന്റെ മോഡേണൈസ്ഡ് ഇതൊക്കെ എന്താണ്? ഇതിനൊരു മോഡേൺ സാധനം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെന്ന് പറയുന്നത് ഈ പഞ്ചായത്ത്, ഇന്ന് നമ്മൾ കാണുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, പഴയ ട്രഡീഷണൽ പഞ്ചായത്ത് തന്നെയാണ്. പണ്ട് പഞ്ചായത്ത് ലെവലിൽ പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ഇന്ന് കാണുന്ന പഞ്ചായത്ത് ലെവലിൽ പഞ്ചായത്ത് ഉണ്ടായിരുന്നു. എന്ത് പഞ്ചായത്ത്? വില്ലേജ് പഞ്ചായത്ത്, കാസ്റ്റ് പഞ്ചായത്ത്. ഈ പഞ്ചായത്തായിരുന്നു ഡിസ്പ്യൂട്ട്. ഇതാണ് ട്രഡീഷണൽ സാധനം. ബ്രിട്ടീഷേഴ്സിന്റെ അടുത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സിസ്റ്റം ഇല്ല. പഞ്ചായത്തുകാർ അവർ കൊണ്ടുവന്നല്ല, അവർ പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടില്ല. പഞ്ചായത്ത് ഇന്ത്യൻ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിൽ നമുക്ക് ഡെമോക്രസി ഉണ്ട്, പക്ഷെ അവിടെ എന്താണ്? വിമൻ റിസർവേഷൻ ഉണ്ട്. പക്ഷെ എന്ത് കാണാൻ പറ്റും? പഞ്ചായത്ത് പതീസിനെ കാണാൻ പറ്റും. കാസ്റ്റ് സിസ്റ്റം പഴയ സാധനം. ലോവർ കാസ്റ്റ് റിസർവേഷൻ ഉണ്ട്, പക്ഷെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാലും പവർ ഇല്ല. കാസ്റ്റ് സിസ്റ്റം. പഴയ പഞ്ചായത്തിന്റെ സിസ്റ്റം എന്താണോ അത് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പഞ്ചായത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ ആണോ? സെറ്റിൽമെന്റ് നോൺ കോപ്പറേഷൻ ആണോ അതോ കോപ്പറേഷൻ ആണോ? ഇനി ബ്രിട്ടീഷേഴ്സിന്റെ കീഴിൽ പഞ്ചായത്ത് ഉണ്ടോ? നമ്മൾ ബ്രിട്ടീഷിന്റെ കീഴിൽ ഇരുന്ന സമയത്ത് പഞ്ചായത്ത് ഉണ്ടോ? നമുക്ക് 1920 ആണ്. അപ്പൊ നമുക്ക് എന്ത് വന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഏറ്റവും കൂടി പോയി വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 വന്നു. പ്രൊവിൻസൻസ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ പഞ്ചായത്ത് ഉണ്ടോ? ഇല്ല. പഞ്ചായത്ത് ഇന്ത്യൻ സിസ്റ്റം ആണ് കേട്ടോ. ബേസിക് ആ വേർഡ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോമൺ ഇന്ത്യയെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. പഞ്ചായത്ത് ഈസ് ഇന്ത്യൻ സിസ്റ്റം. ഇന്ത്യൻ സിസ്റ്റത്തിന് നമ്മൾ മോഡേണൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത് ഫോർ സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുമായിട്ട് സഹകരിക്കുന്നില്ല, ഞങ്ങൾ ഞങ്ങളെ കാര്യം നോക്കിക്കോളാം എന്നുള്ളതല്ലേ. കാരണം എന്തോ ഇവിടെ നോക്കിക്കേ, പഞ്ചായത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നതിന് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവർ പറഞ്ഞു ലോ കോട്ട് എന്ത് ചെയ്തു? ഒഴിവാക്കി. ലോ കോട്ട് ഒഴിവാക്കി. അപ്പൊ അതിന് പകരം എന്തെങ്കിലും സാധനം വേണ്ടേ? ഇന്ത്യൻ സാധനം പഞ്ചായത്ത്. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്നില്ലേ? ക്ലബ് ചെയ്യാൻ പറ്റൂലേ? രണ്ടും കറക്റ്റ് അല്ലേ? പക്ഷേ റിട്ടൻഷൻ ഓഫ് ടൈറ്റിൽ ആൻഡ് ഹോണേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിൽസ് ആരോ കൊടുക്കുന്നത്? ബ്രിട്ടീഷ്. അതിനെ റിട്ടേൺ ചെയ്യാന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ ആണോ കോപ്പറേഷൻ ആണോ?
ടൈറ്റിൽസിനെ റീറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ ആണോ കോപ്പറേഷൻ ആണോ? ബ്രിട്ടീഷ് കൊടുക്കുന്ന ടൈറ്റിലാണ്. അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടുന്നാണ് ഈ ടൈറ്റിൽ വന്നത്? ടൈറ്റിൽ കൊടുക്കുന്ന ബ്രിട്ടീഷ് അല്ലെ? നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടൈറ്റിൽ നൈറ്റ് കുട്ട് കൊടുക്കും. ഗാന്ധിക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ വലിയ തിലക്, അങ്ങനെ ഓരോ വലിയ നേതാക്കന്മാർക്ക് നമ്മൾ ബ്രിട്ടീഷ് ടൈറ്റിൽസ് കൊടുത്തു. ഈ ടൈറ്റിൽസ് റിട്ടേൺ ചെയ്യുന്നതാണോ കോപ്പറേഷൻ? അത് വേണ്ടാന്ന് വെക്കുന്നതാണോ കോപ്പറേഷൻ? നോൺ കോപ്പറേഷൻ? വേണ്ടാന്ന് വെക്കുന്നത് നോൺ കോപ്പറേഷൻ. പക്ഷെ ഇവിടെ പറഞ്ഞത് റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞത് റിട്ടൻഷൻ ഓഫ് ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ്. ഇതല്ലേ ഇതിനകത്തുള്ള ഓഡ് വൺ? ബാക്കിയെല്ലാം പോസിറ്റീവ് അല്ലേ? ക്ലിയർ ആയത്? നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ക്ലിയർ അല്ലാത്തവരൊന്ന് തംസപ്പെട്ടെ. ജിഷ്ണുവിന് ക്ലിയർ അല്ല അല്ലെ? ക്ലിയർ ആയവരൊന്ന് തംസപ്പെട്ടെ. ക്ലിയർ ആവാത്തവരൊന്ന് പറഞ്ഞേ. ആർക്കും ക്ലിയർ ആയിട്ടില്ല? കൺഫ്യൂഷൻ ആയോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? ആ, ക്ലിയർ ആവാത്തവരൊന്ന് തംസപ്പെട്ടെ. ഇംപ്രഷൻ തീർന്നു. 1 2 3 4 5 ആരുമില്ല. അപ്പൊ ക്ലിയർ ആയേ? നിങ്ങൾക്ക് ഞാൻ ക്ലബിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്ന് തരാം. ഇതൊന്ന് ചെയ്തു നോക്കിക്കേ. നേരത്തെ പറഞ്ഞ അതേപോലെ ഇതൊന്ന് ക്ലബ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ക്ലബിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ ഒരേ നേച്ചറുള്ള ഏതൊക്കെ ഉണ്ടെന്ന് പറയാമോ? സിമിലർ നേച്ചർ 1 2 ആണോ 3 4 ആണോ 1 3 ആണോ 1 4 ആണോ? അങ്ങനെ പറഞ്ഞാൽ മതി. സിമിലർ നേച്ചറുള്ള ഒരു സാധനത്തിനെ പറയാമോ? ഏതിലും ഒന്ന് പറഞ്ഞാൽ മതി. കാരണം ഇവിടെ നമുക്ക് 2 കാര്യം അറിയാം. ഇവിടെ 2 ക്ലബ്ബേ ഉള്ളൂ അല്ലെ? 1 വർക്കിംഗ് ക്യാപിറ്റലും 2 ഫിക്സഡ് ക്യാപിറ്റലും. ഈ 2 സാധനങ്ങളെ പറ്റി ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ 2 ക്ലബിംഗ് ഉണ്ട്, 4 ഐറ്റം ഉണ്ട്. ഇതിന് 2 ഉണ്ട്, ഇതിന് 2 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും 2 ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ഒരേപോലെയുള്ള സാധനങ്ങൾ ഏതൊക്കെ, ഒരേ വസ്തുക്കൾ ഏതൊക്കെ ഇതിനകത്ത്? ഇനി ഇവിടെ നോക്കിയേ, ഒരേ നേച്ചറുള്ള സാധനം ഉണ്ടോ നോക്കി ഇതിനകത്ത്. ആലോചിച്ചേ. വൺ ആൻഡ് 3 എന്ന് പറയുന്നു. ഫാർമേഴ്സ് പ്ലഫും യാൺ യൂസ്ഡ് ബൈ ദി വീവർ. ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, വേറെ ആരെങ്കിലും? അർജുൻ അല്ലാതെ വേറെ ആരെങ്കിലും നീ ക്ലബ് ചെയ്യാനുള്ള? ഒരാൾ പറഞ്ഞാൽ ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ, തെറ്റാവണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ നിങ്ങളതായ ബുദ്ധിയിലൂടെ ആലോചിക്കുക. മറ്റൊരു പറയുന്നത് കേട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. 3 and 4 യാൺ യൂസ്ഡ് ബൈ ഒരാളും പെട്രോളും എന്ന് പറയുന്നു. ഓക്കെ, വേറെ ആരെങ്കിലും? 3 and 4 1 and 2. ഓക്കെ, 3 and 4 1 and 2. ദാറ്റ് ഈസ് ഫാം പ്ലസും കമ്പ്യൂട്ടറും. ഇവിടെ നമ്മളോട് പറഞ്ഞു ക്യാപിറ്റൽ ഗുഡ്സും ഫിക്സ്, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലും അല്ലെ? വർക്കിംഗ് ക്യാപിറ്റലും ക്യാപിറ്റൽ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നോ എന്താണ് വർക്കിംഗ് ഗുഡ്സ് എന്നോ നമുക്ക് അറിയില്ല. കാരണം നമുക്ക് അതിനുള്ള അത്ര വലിയ ഫിക്സഡ് ക്യാപിറ്റൽ നമുക്ക് പിന്നെ അറിയാം എന്തോ ഫിക്സഡ് ആയിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ കരുതി. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ചിലപ്പോൾ നമുക്ക് അറിയില്ല. അത്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ബേസിക്കലി നമുക്ക് ഈ സൈഡിലേക്ക് പോവാം. പക്ഷെ 2 ഐറ്റം ആണ് ഉള്ളത് നമുക്ക് മനസ്സിലായി. ഒന്ന് ഫാർമേഴ്സ് പ്ലസ്. ഫാർമേഴ്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേസിക്കലി കലപ്പ അല്ലെ? പ്ലഫ് ചെയ്യുന്ന മറ്റേ മരം കൊണ്ട് ഉണ്ടാക്കിയ സാധനം. അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു അസറ്റ് അല്ലേ? ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ തവണ ഉപയോഗിക്കൂടെ? അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആദ്യം അതിനെടുത്തു. ഫിക്സഡ് അസറ്റ് ആണ് അല്ലെ? യാൺ യൂസ്ഡ് ബൈ വീവർ എന്ന് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനെടുത്ത് നോക്കാം നമുക്ക്. ഈ യാൺ യൂസ്ഡ് ബൈ വീവർ എന്ന് പറയുന്നത് എന്താണ്? നൂല് അല്ലെ? വീവർ ഉപയോഗിക്കുന്ന, നിങ്ങൾ തെറ്റിപ്പോയത്, ചർക്ക അല്ലെ? ചർക്കേനെ പറ്റി അല്ല പറയുന്നത്. ചർക്കയിൽ ഉപയോഗിക്കുന്ന നൂലിനെ പറ്റിയാ പറയുന്നത്.
ഈ നൂലും ഫാർമേഴ്സിന്റെ പ്ലഫും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? നൂലെന്ന് പറഞ്ഞാൽ എന്താ, ഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർന്നു അല്ലെ, പിന്നെ നമുക്ക് ആ നൂല് ഉപയോഗിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫാർമേഴ്സിന്റെ പ്ലഫ് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യാം, ഉഴുതു മറിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, അടുത്ത വർഷം ഉഴുതു മറിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, വേണേൽ ഒരു 10-15 തലമുറയ്ക്ക് ഉഴുതു മറിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, വർഷങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം. അപ്പൊ സ്വാഭാവികമായിട്ടും നൂലും ഫാർമേഴ്സിന്റെ പ്ലഫും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം, നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്തൂടെ? കാരണം കമ്പ്യൂട്ടറും ഫാർമേഴ്സ് പ്ലഫും ഒരേപോലെയാണ്, ഫിക്സഡ് അസറ്റ്സ് ആണ്, കുറെ കാലം ഉപയോഗിക്കാം. പെട്രോള് ഒരു തവണ ഒന്ന് ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ പെട്രോൾ കത്തി തീർന്നു, വീണ്ടും അതേ പെട്രോൾ ഉപയോഗിച്ച് കത്തിക്കാൻ പറ്റുമോ? ഇല്ല. യാൺ യൂസ്ഡ് ബൈ വീവർ, നൂല് യൂസ്ഡ് ബൈ വീവർ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വേറെ തുണി ഉണ്ടാക്കാൻ വേറെ നൂല് എടുക്കണം. ഒരേ നൂല് കൊണ്ട് ഒരു തവണയിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ക്ലബ്. പക്ഷേ ഇനി നോക്കിക്കേ, ഇത് രണ്ടും ഒരേ ഐറ്റം ആണ്. ഇവിടെ നോക്കിക്കേ, ഫാർമേഴ്സ് പ്ലഫും ഇതും ഒരേ ഐറ്റം. പക്ഷെ രണ്ടിൽ ഇത് ഏതാ വർക്കിംഗ് ക്യാപിറ്റൽ ഏതാ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പോലും നിങ്ങൾക്ക് അറിയണ്ട. പക്ഷെ ഇതിന് നോക്കിക്കേ, ഒന്ന് വർക്കിംഗ് ക്യാപിറ്റലും ഒന്ന് ഫിക്സഡ് ക്യാപിറ്റലും കൊടുത്തത്. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് ദിസ് ഓൺലി വൺ വിൽ ബി കറക്റ്റ്. And these are similar goods. And one is fixed capital, one is working capital. So out of this, only one will be correct. We do not know which one is correct, but the answer only be option P. Only 2. കാരണം നിങ്ങൾക്ക് ആക്ഷൻ പോലും അറിയണ്ട. ഇതിൽ എന്തായാലും ഇത് രണ്ടും സിമിലർ ഗുഡ്സിന് ഞാൻ പറഞ്ഞു, സിമിലർ സാധനങ്ങൾക്ക് ഓപ്പോസിറ്റ്സ്. ഇനി ഞാൻ പറഞ്ഞു ഡിഫറെന്റ് സാധനങ്ങൾക്ക് ഒരേ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഓപ്പോസിറ്റും ഉണ്ട്. സിമിലർ സാധനങ്ങൾക്ക് ഡിഫറൻസ് സാധനം കൊടുത്തു കഴിഞ്ഞാലും തെറ്റായിരിക്കും അല്ലേ? When I said that demand and supply ഒരു സാധനം ചേഞ്ച് ചെയ്യുമ്പോൾ സിമിലർ ഡയറക്ഷൻ ആണെങ്കിൽ ഇതിൽ ഒന്ന് എന്തായാലും തെറ്റായിരിക്കും എന്ന് ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇനി സിമിലർ സാധനങ്ങളും ഒരേപോലെ, ഇപ്പൊ രണ്ട് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, രണ്ട് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാലും ഒരേ സാധനങ്ങൾ രണ്ട് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത് അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എത്താൻ പറ്റും. ഇനി അറിയണം എന്നുണ്ടെങ്കിൽ എന്താ, ഫാർമേഴ്സ് പ്ലഫും കമ്പ്യൂട്ടർ എന്താണ്, ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കൊടുത്തിരിക്കുന്നത്. യാൺ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, പെട്രോളും വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. പക്ഷെ അതൊന്നും അറിയേണ്ട കാര്യമില്ല, അങ്ങനെയൊന്നും ഭയങ്കര ക്ലിയർ ആയിട്ട് UPSC ചോദിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ. അതേപോലത്തെ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുറെ UPSC ചോദിച്ചിട്ടുണ്ട് എക്കണോമിക്സിൽ. ഭയങ്കര ബേസിക് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും തെറ്റിക്കരുത്. ഇതൊന്നും അങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുമോ? ഇത് ഒരേപോലെയുള്ള ഐറ്റംസ് ഒന്ന് ക്ലബ് ചെയ്ത് നോക്കിക്കേ. ഒരേപോലെ ഏതൊക്കെ തമ്മിൽ ക്ലബ് ചെയ്യാം? മേഘ ഇപ്പൊ പറഞ്ഞ ക്ലബിങ് അല്ലല്ലോ അല്ലെ, നേരത്തെ പറഞ്ഞല്ലേ? ഓക്കെ. ഒരേപോലത്തെ ക്ലബിങ് ഏതൊക്കെ ചെയ്യാം, ഏതൊക്കെ ഗുഡ്സ് തമ്മിൽ ക്ലബ് ചെയ്യാം? ആലോചിക്കുക. റിയൽ സെക്ടർ എന്താന്ന് പറഞ്ഞു. റിയൽ സെക്ടർ എന്താണെന്ന് അറിയില്ല നമുക്ക്, പിന്നെ എന്തിനാ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? റിയലിന്റെ വേർഡ് അറിയില്ല. സെക്ടർ അറിയാം, സെക്ടേഴ്സ് ഓഫ് എക്കണോമി ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഏതാ റിയൽ എന്നുള്ളത് നമുക്കറിയില്ല, അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നും നമുക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും കൃത്യമായി വായിച്ചിട്ട് സിമിലർ ആയിട്ടുള്ള സാധനങ്ങളെയൊക്കെ ഒന്നിച്ചു വെക്കുക, ഒരേപോലെയുള്ള. കാരണം ഇതിൽ നോക്കുമ്പോൾ, മൊത്തത്തിൽ നോക്കുമ്പോൾ, ഏറ്റവും വലിയ രീതിയിൽ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അറ്റ്ലീസ്റ്റ് 2 ശരിയാണ്. കാരണം എല്ലാ ഓപ്ഷനും നോക്കിക്കേ, 4 ഓപ്ഷൻ, 3 ഓപ്ഷൻ, 3 ഓപ്ഷൻ, ഇവിടെ 2 ഓപ്ഷൻ. സോ അതിന്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് 2 എന്താണ്, ശരിയാണ്. അപ്പം മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ക്ലബ് ചെയ്യാൻ പറ്റും. മിനിമം ചിലപ്പോൾ 3 ഉണ്ടാവാം, പക്ഷെ മിനിമം 2 ക്ലബ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 2 എടുത്ത് 2ഉം 3ഉം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് 2ഉം 3 എന്ന് പറഞ്ഞത്? ആലിയ പറ. ബാക്കി എല്ലാം 1 and 2, 1 and 2, 3 and 4. ഇതിനകത്ത് ആകെ ഒരു ആലിയുണ്ട്, തനൂജ് ഉണ്ട്, ഒരു ഗൗതം ഉണ്ട്, മേഘയുണ്ട്. വേറെ ആരും ഒന്നും സംസാരിക്കില്ല. ബാക്കിയുള്ളവർ ഇങ്ങനെ ആവാഹിക്കലാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ജിഷ്ണു ഗോപിക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ പൊക്കും. നിങ്ങളിങ്ങനെ മടിച്ചു. ഞാൻ രാവിലെ തൊട്ട് ഈ ക്ലാസ് എടുക്കുന്നവരെ പണിയെടുത്ത് ക്ലാസ് എടുത്ത് ഇതിന്റെ മുന്നേ ഒരു സെഷൻ എടുത്ത് ക്ഷീണിച്ച് മടുത്ത് ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളില്ല. എന്നിട്ട് ഞാൻ എന്താ എനർജിയിലാണ് നിൽക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ എനർജി ഇല്ലാതെ നിന്നാലോ? നോട്ടിഫിക്കേഷനൊക്കെ വന്നില്ല, നമുക്ക് പൊളിക്കണ്ടേ? എല്ലാരും ക്ലിയർ ചെയ്യണം ഈ പ്രശ്നം. ഓക്കെ. ഇനി ഫാർമേഴ്സ് ഹാർവെസ്റ്റിംഗ് എല്ലാരും ക്ലിയർ ചെയ്യുന്ന 2 പേർക്ക് മാത്രമേ അതിനോട് എഗ്രിമെന്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ചെയ്യണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാരും ക്ലിയർ. പറഞ്ഞോ, എന്തെങ്കിലും പറയണ്ടാലേ? ഇല്ല.
ഇനി സിമിലർ ഗുഡ്സ് എല്ലാരും പറഞ്ഞ എന്താണ്? ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഫാർമേഴ്സ് ഹാർവെസ്റ്റിംഗ് ക്രോപ്സ്, ടെക്സ്റ്റൈൽ മിൽ കൺവേർട്ടിംഗ് റോ കോട്ടൺ ഇൻറ്റു ഫാബ്രിക്, കൊമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് മണി ടു ട്രേഡിംഗ് കമ്പനി, പൈസ, കോർപ്പറേറ്റ് ബോഡി ഇഷ്യൂയിങ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്. ഈ ഇനി UPSC വേണമെങ്കിലേ നിങ്ങളെ പറ്റിക്കാൻ വേണമെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം കൊടുക്കാവേ. കൊമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് മണി ടു ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാങ്ക് ഒരാൾക്ക് ലോൺ കൊടുക്കുന്നു. കോർപ്പറേറ്റ് ബോഡി ഇഷ്യൂയിങ് റുപ്പി ഡിനോമിനേറ്റഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കോർപ്പറേറ്റ് ബോഡി ഇവിടെയും കമ്പനി തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, കമ്പനി, ഇതിനർത്ഥം എന്താ? ബാങ്ക് ഒരു കമ്പനിക്ക് ലോൺ കൊടുക്കുന്നു. ഓക്കെ, കമ്പനിക്കാണ് ലോൺ കൊടുക്കുന്നത്. ഇതിന്റെ അർത്ഥം നോക്കിക്കോ, ഒരു കമ്പനി ലോൺ എടുക്കുന്നു. രണ്ടുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടില്ലേ? അത് രണ്ടും ഒരേ സാധനമല്ലേ? ഒന്ന് ബാങ്കിന്റെ സൈഡിൽ നിന്ന്, ഒന്ന് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്. ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നതല്ല. ബോണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? പൈസ കടം മേടിക്കാനുള്ള സാധനം. ബാങ്ക് എന്താ? കടം കൊടുക്കുന്ന വേറൊരു സാധനം. ബേസിക്കലി ഒരാൾ കടം കൊടുത്തു, ഒരാൾ കടം മേടിച്ചു എന്ന് പറഞ്ഞുള്ളൂ. രണ്ടും മണിയെ പറ്റിയാണ് പറഞ്ഞുള്ളത്. ഫിനാൻഷ്യൽ ആണ് രണ്ടും. This is basically two sectors. There is real sector and financial sector. But what is here more important എന്താണ്? ഫിനാൻഷ്യൽ സെക്ടർ ആണ് ഇമ്പോർട്ടന്റ്. ഇവിടെ മീൻസ് ബേസിക്കലി എന്ത് മനസ്സിലാക്കിയാൽ മതി? ഇതൊന്നും മനസ്സിലാക്കണ്ട. എന്ന് രണ്ടും പൈസയെ പറ്റി പറയുന്ന സാധനമാണ്. ഇത് രണ്ടും എന്താണ്? പൈസയല്ല, ശരിക്കും വേറെന്തോ പൈസ അല്ലാത്തതിനെ പറ്റി പറയുന്നു. അവിടെ നമുക്ക് എന്തുണ്ട്? തുണി കിട്ടുന്നുണ്ട്, കോട്ടൺ കിട്ടുന്നുണ്ട്, ക്രോപ്പ് കിട്ടുന്നുണ്ട്, ചക്ക മാങ്ങ കിട്ടും. ഇവിടെ എന്താണ്? കോട്ടൺ കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ക്ലബ് ചെയ്തു. 1ഉം 2ഉം ഒരു ക്ലബ്ബാണ്, 3ഉം 4ഉം ഒരു ക്ലബ്ബാണ്. ചക്കയും മാങ്ങയും തമ്മിൽ മിക്സ് ആക്കാൻ പറ്റില്ല. ബട്ട് അതിനർത്ഥം എന്താ? ഏതെങ്കിലും ഓപ്ഷൻ ഇത് രണ്ടും മിക്സ് ആവുകയാണെങ്കിൽ തെറ്റായിരിക്കും. ദാറ്റ് മീൻസ് 1ഉം 2ഉം 3ഉം തെറ്റായിരിക്കും, 1ഉം 4ഉം തെറ്റായിരിക്കും, 2ഉം 4ഉം തെറ്റായിരിക്കും, 3ഉം 1ഉം തെറ്റായിരിക്കും. കാരണം യു കനോട്ട് മിക്സ് ദിസ് വിത്ത് ദിസ്. ഒരു സാധനം വെച്ച് മിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലബ് ചെയ്ത് വെച്ചു നമ്മൾ. 2, 3, 4 തെറ്റാണ്, മിക്സ് ചെയ്തു. 1, 3, 4 മിക്സ് ചെയ്തു. 1, 2, 3, 4 മിക്സ് ചെയ്തു. 1 and 2 നോ മിക്സേജ്. ക്ലിയർ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ സാധനം. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശരിയാക്കും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനം, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ജുഡീഷ്യറിയൊക്കെ ബന്ധപ്പെട്ട ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാൻ ഒരു സാധനം, ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായി കഴിഞ്ഞ് പറഞ്ഞ എന്താ മോളെ? ആ, അതിന്റെ ആൻസർ എന്ന് പറയൂ. അത് ക്ലബ് ചെയ്ത് നോക്കിയേ. രണ്ടും ഫിനാൻഷ്യൽ അല്ലേ? കൊമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് മണി ടു എ ട്രേഡിംഗ് കമ്പനി. പൈസ കൊടുത്തു എന്നാ പറയുന്നത്. മറ്റൊരെന്താ? പൈസ മേടിച്ചു എന്ന് പറയുന്നത്. അത് രണ്ടും ഫിനാൻസും പൈസയുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ? മറ്റേത് നോക്കിയ റിയൽ സെക്ടർ. റിയൽ സെക്ടർ ആക്ച്വലി റിയൽ സെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി എന്താണ്? നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷൻ നടക്കുന്നതിനാണ് റിയൽ സെക്ടർ. ഇപ്പൊ ഞാൻ പൈസ ഒരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. പൈസ ഒരാളിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ടും പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അവിടെ പൈസ ഇപ്പൊ ഞാൻ ഒരാൾക്ക് ലോൺ കൊടുക്കുന്നു എന്നതുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ലോൺ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഇൻട്രസ്റ്റ് മേടിക്കുമ്പോഴാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്, ഒരു സർവീസ് ആവുന്നുള്ളൂ. അതുവരെ അതിനകത്തൊരു പ്രൊഡക്ഷൻ ഇല്ല. അപ്പം ഇവിടെ പൈസ മാത്രമാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. മറ്റേത് റിയൽ ആക്ച്വൽ ഗുഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫാർമേഴ്സ് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ചക്ക കിട്ടുന്നു, മാങ്ങ കിട്ടുന്നു, ക്രോപ്പ്. ടെക്സ്റ്റൈൽ മിൽ കൺവേർട്ടിംഗ് റോ കോട്ടൺ ഇൻറ്റു ഫാബ്രിക്സ്. കോട്ടൺ എന്തെന്നൊരു പ്രോസസ് ചെയ്തൊരു ഗുഡ്സ്, തുണി ഉണ്ടാക്കുന്നു, ഗുഡ്സ് ഉണ്ടാക്കുന്നു. മറ്റേടത്ത് എന്ത് ചെയ്യുന്നില്ല? ഗുഡ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. രണ്ടും എന്ത് ചെയ്യാം? ഡിഫറെന്റ് സെക്ടേഴ്സ്. ഒന്ന് ഫിനാൻഷ്യൽ സെക്ടർ ആണ്. ഈ 3ഉം 4ഉം ഫിനാൻഷ്യൽ സെക്ടർ ആണ്. 1ഉം 2ഉം എന്താണ്? ഗുഡ്സ് ഉണ്ടാക്കുന്ന റിയൽ സെക്ടർ ആണ്. ഇപ്പൊ 1ഉം 2ഉം 3ഉം 4ഉം തമ്മിൽ വ്യത്യാസമില്ലേ? ബാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ വായിച്ചോട്ടോ. 1ഉം 2ഉം 3ഉം 4ഉം തമ്മിൽ വ്യത്യാസമില്ലേ? ആ വ്യത്യാസമാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ ക്ലബ് ചെയ്യാനുള്ള കാരണം. അതായത് സിമിലർ നേച്ചറിലുള്ള സാധനങ്ങളെ ഞാൻ ഒന്നിപ്പിക്കുന്നു. അതിൽ സിമിലർ നേച്ചർ എനിക്കുള്ളത് 1ഉം 2ഉം മറ്റേതാണ്. വെരി ഗുഡ്. ഇതൊന്ന് പറയാവോ? ഇത് എന്തുകൊണ്ട്, ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം, എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്യണം എന്നൊന്ന് പറയോ? വൺ ഡെഫിനിഷൻ. ഓക്കെ, പക്ഷെ ഡെഫിനിഷൻ വരുമ്പോൾ ഞാൻ ഒരു കാര്യം, വെറുതെ ഡെഫിനിഷൻ കണ്ടുകൊണ്ട് എലിമിനേറ്റ് ചെയ്ത് എന്താണ്? ഡെഫിനിഷൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ അല്ലാത്ത സാധനമാണോ എന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ഡെഫിനിഷൻ ശരി. രണ്ടാമത്തെ അതല്ലാതെ ഉണ്ട്. ഞാൻ ഡെഫിനിഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ? ഡെഫിനിഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് എവിടം വരെ എത്താം?
ഡെഫിനേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് സിയും കളയാം ഡിയും കളയാം. ഞാൻ സിയും കളഞ്ഞു ഡിയും കളഞ്ഞു. ഇനി അതാണെന്നുണ്ടെങ്കിൽ ഡെഫിനേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം സിവിൽ കണ്ടംപ്റ്റാ. സിവിൽ കണ്ടംപ്റ്റ് എന്താന്നുള്ളത് കുറെ പറയണം അല്ലെ, ഒറ്റ കാര്യം കൊണ്ട് സിവിൽ കണ്ടംപ്റ്റ് എന്താന്ന് പറയാൻ പറ്റില്ല. 2-3-4 കേസ്. ഏതൊക്കെയാ കോൺട്രാഡിക്ടറി? 2 and 4. 2 and 4 കോൺട്രാഡിക്ടറി ആണോ? കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പഞ്ച് ചെയ്യാൻ കൊടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നു പാർലമെന്റ് ഇതിനൊരു ലോ ഉണ്ടാക്കുന്നു. അതെ. അപ്പൊ ആൻസർ ഒന്നാമത്തെ ആയിക്കോട്ടെ. ഇതിൽ ഏതൊക്കെ ഒരിക്കലും വരില്ല നിങ്ങളൊന്ന് ആലോചിക്കേ. നമുക്കൊന്നും അറിയില്ലേ. Pursuant to the report of H. N. Sanyal Committee, Contempt of Court Act 1971 passed. അപ്പോൾ ഒരു ആക്ട് പാസ്സായി എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന ആകെ ഇൻഫർമേഷൻ. ഇത് ഭയങ്കര ഫാക്ച്വൽ ആണ്, നമുക്കറിയില്ല. ഇനി ഈ ആക്ട് പാസ്സായെന്ന് നമുക്കറിയില്ല, പക്ഷെ ആക്ട് പാസ്സായി എന്ന് വിചാരിക്കുന്നത് ട്രൂ ആക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1-4 ക്ലബായില്ലേ. മനസ്സിലായോ? കാരണം 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? പാർലമെന്റ് ഈസ് വെസ്റ്റഡ് വിത്ത് പവേഴ്സ് ടു മേക്ക് ഓൺ ലോസ് ഓൺ കണ്ടക്ട്. 4ാമത്തെ കോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇത് വന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടായിരുന്നു, ഒരു ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് പാർലമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അമെന്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിനെ പറ്റി തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പാർലമെന്റിന് ഓൾറെഡി ലോ ഉണ്ടാക്കാൻ പവർ കൊടുത്തു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലോ ഉണ്ടാക്കി. രണ്ടും ക്ലബ് അല്ലേ, പാർലമെന്റിന് പവർ ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ലോ പാസ് ആയിട്ടില്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് അറിയില്ല ഒന്നും ചെയ്യാൻ. പക്ഷെ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ലോ പാസ്സായി. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പാർലമെന്റ് ലോ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ഇനി തിരിച്ചു വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ഇത് വായിച്ചു നോക്കിയേ. ഇന്ത്യൻ പാർലമെന്റ് ഹാസ് വെസ്റ്റഡ് വിത്ത് പവർ ടു മേക്ക് എ കണ്ടംപ്റ്റ് ഓഫ് laws on contempt of court. Because of that, the Contempt of Court Act 1971 passed. കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് അറിയില്ല, പക്ഷെ ഇത്രയും മാച്ചിങ് അല്ലേ. പാർലമെന്റിന് വെസ്റ്റഡ് പവർ കിട്ടി, അതുകൊണ്ട് ആക്ട് ഉണ്ടാക്കി. സോ 1-4 കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. ഓക്കെ, ഇനി നമ്മൾ നോക്കിയത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ എംപവർ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ടു പണിഷ് ദ കണ്ടംപ്റ്റ് ഓഫ് themselves. It says that not defined but empowered. Empowered is a very subjective word. കണ്ടംപ്റ്റ് ഓഫ് വേർഡ് പോലും പറയണ്ട. ആക്ച്വലി കണ്ടംപ്റ്റ് ഓഫ് വേർഡ് പോലും പറയേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമില്ല. എംപവർ ചെയ്താൽ മതി. അതിനുള്ളൊരു ഓപ്ഷൻ എവിടെയെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായാൽ മതി അല്ലേ. ഓക്കെ, അതോടെ കിടത്തട്ടെ. ഇനി നിങ്ങൾക്ക് അതറിയില്ല, പക്ഷെ 1 and 4 ഒന്നിച്ച് പോകും എന്ന് നമുക്കറിയാം. അതവിടെ നമുക്കറിയാം. ഇനി അങ്ങനെ കിടന്നോട്ടെ, എംപവർ ആണെന്ന് വിചാരിച്ചോ. ഇനി 3ാമത്തെ ഓപ്ഷനിൽ നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ സിവിൽ കണ്ടംപ്റ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മജോറിറ്റി സാധനം ഡിഫൈൻ ചെയ്യില്ല. ഇനി ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഹൈലി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒറ്റ സാധനം പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഡിഫൈൻ ചെയ്യും. പക്ഷെ ഒറ്റ സാധനമായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല കണ്ടംപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സിവിൽ കണ്ടംപ്റ്റ് ഉണ്ട്, അപ്പൊ തന്നെ നമുക്കറിയാം അതിനകത്ത് വേറെന്തോ സാധനം ഉണ്ട്. എന്തുണ്ടാവും? ക്രിമിനൽ കണ്ടംപ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിൽ ആൻഡ് ക്രിമിനൽ കണ്ടംപ്റ്റ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ മാത്രം കോൺസ്റ്റിറ്റ്യൂഷൻ നിൽക്കുവോ? ഇല്ല അല്ലെ. സബ്ജക്റ്റീവായ സാധനമല്ലേ. സിവിൽ കണ്ടംപ്റ്റ് തന്നെ എന്തൊക്കെയാണ്? 1, 2, 3, 4 കേസ്. ക്രിമിനൽ കണ്ടംപ്റ്റ് എന്തൊക്കെയാണ്? 3, 4, 5 കേസ്. ഇത് പറയണ്ടേ? ഇതൊക്കെ ആരാ ഇന്റർപ്രറ്റ് ചെയ്യുക? സുപ്രീം കോടതി അല്ലേ ഇന്റർപ്രറ്റ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ലല്ലോ. അപ്പൊ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. 1 and 4 സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? സിമിലർ ആണ്. സോ 1 and 4 സ്റ്റേറ്റ്മെന്റ് ഒന്നിച്ചേ പോകാൻ പറ്റുള്ളൂ. 1 തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, 1 ഇല്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 4 ഇല്ല. 1 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക് 4 ഉണ്ട്. സോ 1 ഉണ്ടെങ്കിൽ എന്തായാലും എന്ത് വരും? 4 വരും. കാരണം പാർലമെന്റിനോട് എംപവർ ചെയ്യാതെ ഒരിക്കലും 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിനോട് എംപവർ ചെയ്യാതെ പാർലമെന്റിന് ഒരിക്കലും ലോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർലമെന്റ് ലോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി 1-4 എന്തായാലും ശരി വരും. ക്ലിയർ ആണോ? ഇനി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ അത് ലോജിക്ക്. ഇനി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒക്കെ പക്ഷേ ശരിക്കും നിങ്ങൾ എന്താണ്, ഇത് കറണ്ട് അഫയേഴ്സിൽ ഭയങ്കരമായിട്ട് വന്ന സാധനങ്ങളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏത് ആർട്ടിക്കിൾ ഏതാ? കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഇതിന് പവർ കിട്ടുന്നതെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയാം നോക്കട്ടെ, ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് പവർ കിട്ടുന്നത്? സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിന് വേറെ ആർട്ടിക്കിൾ, ഏതെങ്കിലും ആർട്ടിക്കിൾ പറയും. ആരും പറയുന്നില്ല. ഓക്കെ, ഞാൻ കുറച്ച് ആർട്ടിക്കിൾ തരാം, എന്നാൽ അത് ആണെന്ന് നിങ്ങൾ പറയണേ. 127, 142, 129, ഇനി 131, 135 വരുന്നുണ്ട്. 4 ഓപ്ഷൻസ്.
Okay, contempt of court is actually coming from Article 129 and Article 115. ഗൗതം പറഞ്ഞ ഞാൻ കണ്ടു, ഞാൻ ഉണ്ടായിരുന്നു. അപ്പം 129 സുപ്രീം കോർട്ട് 129 ആൻഡ് ഹൈക്കോർട്ട് 215. ഇത് എന്തിനെ പറ്റിയാ പറയുന്നത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ പറ്റി അല്ല പറയുന്നത്. എന്തിനെ പറ്റിയാ പറയുന്നത്? കോർട്ട് ഓഫ് റെക്കോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കോർട്ട് ഓഫ് റെക്കോർഡ്. ജസ്റ്റ് ആർട്ടിക്കിൾ ഒക്കെ വായിച്ച് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയ പോർഷൻ ആണ്. റിവിഷൻ ചെയ്യുമ്പോൾ റിവിഷൻ ചെയ്യണം. ജുഡീഷ്യറിയിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഭയങ്കര നമ്മൾ ഭയങ്കര ലോജിക് എടുത്ത് ഇതാണ് ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ ഇവിടെ എഴുതി തരാം. ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1 2 4 5 വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റൊന്നും വിചാരിക്കരുത്. കാരണം വലിയ ക്വസ്റ്റ്യനിലായിരിക്കും ഈസി ആയിട്ട് ചെയ്യുക. 2 3 5 6 7 ഓക്കെ അല്ല 2 3 5 6 7 1 3 4 1 3 4 6 7 അല്ലേ? 1 3 4 6 7 ഡി എന്താണ്? 1 2 3 4 5 6 7 ഓക്കെ. 1 മുതൽ 7 വരെ എല്ലാം ഉണ്ട്. ഓൾ ഡി എല്ലാം ഉണ്ട്. അത് ഓർത്ത് വെച്ചോ. എന്തൊക്കെ കാര്യങ്ങളുണ്ട് എലിമിനേറ്റ് ചെയ്യാൻ? എന്തൊക്കെ നിങ്ങൾ ചിന്തിക്കണം? 2 ബൈനറി ഓപ്പോസിറ്റ്സ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ക്ലബ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന് ഇമ്പാക്ട് ചെയ്യുക? ഇത് എവിടെ നിന്നാണ് വരുന്നത്? എല്ലാം ശ്രദ്ധിച്ചു നോക്കിക്കോ. കുറെ ക്ലൂ ഞാൻ തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ക്ലൂ ഒന്നും പറയില്ല കേട്ടോ. ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. ആദ്യം ഒരു റൗണ്ട് മൊത്തം വായിക്കുക, എന്നിട്ട് അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ആ ഓപ്ഷൻസിലൂടെ പോയി നോക്കണം. കാരണം ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓപ്ഷൻസിലൂടെ പോയി നോക്കുക കേട്ടോ. എല്ലാം അറിയണമെന്ന് ഒരിക്കലും നിർബന്ധം ഉണ്ടാവില്ല. 2 and 5 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2 and 5 അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വേണം. 2 and 5 മാത്രമല്ല, 1 2 4 5 ആണുള്ളത്. 2 and 5 2 ഓപ്ഷനിലുണ്ട്, 3 ഓപ്ഷനിലുണ്ട്. എ ബിയിലും ഉണ്ട്, ഡിയിലും ഉണ്ട്. അപ്പൊ 2 and 5 നീ ക്ലബ് ചെയ്താണോ? ഡിസാസ്റ്റർ ആണ് 2 and 5 ഒക്കെ. ഓക്കെ, ഡിസാസ്റ്റർ ആണ്. പക്ഷെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, പവർ ഗ്രിഡ് ഡാമേജ് ചെയ്യുന്ന ഡിസാസ്റ്റർ ആവാം. പിന്നെ ഓർബിറ്റ്സ് ഓഫ് ദ സാറ്റലൈറ്റ് കുഡ് ബി ഡിസ്റ്റർബ്ഡ്, അതൊരു പ്രശ്നമാണ്. 1 3 6 7 അല്ലേ? 16 അല്ല 1 ഉം 6 അല്ലേ? ഓക്കെ, അതൊരേപോലെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എല്ലാരും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ചിന്തിക്കാൻ സമയം വേണം. ചിന്തിക്കാൻ സമയം വേണമെങ്കിൽ ചെറിയൊരു സംശയം കൂടിയിട്ടെ. ആർക്കും വേണ്ട. ഓക്കെ ഫൈൻ. If the major solar storm, solar fire reaches the earth, which of the following are the possible effects of on earth? സോളാർ വരുന്നത് സൂര്യനിൽ നിന്നാണ്, സോളാർ ഫയർ അല്ലെ? അപ്പം സ്പേസിൽ നിന്ന് ഒരു സാധനം താഴോട്ട് വരുന്നു, അതിൽ എർത്തിൽ എന്തൊക്കെ ഇമ്പാക്ട് വരുന്നതാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും സ്പേസിന്റെ ഇടയിലുള്ള എന്തെങ്കിലും ഉണ്ടോ അതിനൊക്കെ പ്രശ്നം വരും. കാരണം സ്പേസിൽ നിന്ന് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പം എർത്തിന്റെ മുകളിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടോ അതിനൊക്കെ എന്ത് ചെയ്യാം, പ്രശ്നങ്ങൾ വരാം അല്ലെ? GPS ആൻഡ് നാവിഗേഷൻ സിസ്റ്റം ഇമ്പാക്ട് വരുമോ? വരും എന്ന് പറയുന്നവരും തംസപ്പെട്ടെ വരും. കാരണം എന്താണ്? GPS ആൻഡ് നാവിഗേഷൻ സിസ്റ്റം ഈസ് ഓൺ സാറ്റലൈറ്റ് ബേസ് എന്ന് വർക്ക് ചെയ്യുന്നത്. സാറ്റലൈറ്റിന് എല്ലാം ബേസ് വരും അല്ലെ? അപ്പം GPS-ന് താമസം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 6-നും വരാം. രണ്ടും ഒരേ സാധനം അല്ലേ? GPS-ഉം സാറ്റലൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓർബിറ്റ്സ് ഓഫ് സാറ്റലൈറ്റ് കുഡ് ബി ഡിസ്റ്റർബ്ഡ്, അതും സാറ്റലൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടും സിമിലർ ആണ്. 1 and 6 സിമിലർ ആണ്. ഓക്കെ, ഒന്ന് കിട്ടി. സുനാമി കുഡ് ഒക്കർ അറ്റ് ദി ഇക്വറ്റോറിയൽ റീജിയൻ. ലോകം അണ്ടർ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചിരിക്കാതിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതെ, UPSC-ക്ക് നിങ്ങളെ ശരിയാക്കണം എന്നുണ്ടെങ്കിൽ UPSC ഏത് അറ്റം വരെ UPSC പോകും അതിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ശ്രമിക്കണം. UPSC ഒരിക്കലും നിങ്ങൾ ഔട്ടാക്കില്ല. ഒരിക്കലും നിങ്ങൾ പ്രിലിംസ് തോക്കില്ല. CSAT തോക്കും,
നിങ്ങൾ നോക്കില്ല, നിങ്ങൾ ജയിക്കണം. പക്ഷെ CSAT തോക്കാനുള്ള ചാൻസ് UPSC ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ GS നിങ്ങൾ ഒരിക്കലും തോക്കില്ല, നിങ്ങൾ തീരുമാനിക്കാതെ. കാരണം എല്ലാ സ്റ്റേറ്റ്മെന്റിലും UPSC കുറെ മണ്ടത്തരം ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, സുനാമി കുഡ് ഒക്കോർ അറ്റ് ദ ഇക്വറ്റോറിയൽ റീജിയൻ. ഒന്ന് സുനാമി ഒക്കോർ ചെയ്യുന്നു മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് ചിലപ്പോൾ സംശയം, നമുക്ക് വേണമെങ്കിൽ പോട്ടെ സംശയമാവാം. പക്ഷെ സുനാമി ഇക്വറ്റോറിയൽ റീജിയനിൽ മാത്രമേ സംഭവിക്കുള്ളൂ. ഇനി സുനാമി എങ്ങനെ ഉണ്ടാവുക? സുനാമി എങ്ങനെ ഉണ്ടാവുന്നത്? സുനാമി ഉണ്ടാകുന്നത് എങ്ങനെയാ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എങ്ങനെയാ സുനാമി ഉണ്ടാകുന്നത്? ടെക്നോണിക്, ബേസിക്കലി ഇറ്റ്സ് നത്തിങ് ബട്ട് എർത്ത്ക്വേക്ക് അണ്ടർ സീ അല്ലേ? ബേസിക്കലി എന്താണ്, നമുക്ക് ഭൂകമ്പം ഉണ്ടാവുന്ന പോലെ, ഭൂകമ്പം ഇപ്പം ലാൻഡിലാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എർത്ത്ക്വേക്ക് ഉണ്ടാവും. മറ്റേത് ഓഷ്യന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്നതാണ് സുനാമി ആയിട്ട് വരുന്നത്. ആകാശത്ത് നിന്ന് കുറച്ച് അല്ലെങ്കിൽ തീക്കട്ട വന്നു, അല്ലെങ്കിൽ സോളാർ ഫ്ലെയർ വന്നതുകൊണ്ട് എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാവുന്നത്? ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. വെട്ടിക്കൂടെ? ഈസി അല്ലേ? ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? UPSC നോക്കിയോ, ഇതിനകത്ത് വേറെ കുറെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ഈ രണ്ടിനെ ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ് സുനാമി ഉണ്ടാവും എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, ഉത്തരം ഡയറക്റ്റ് കിട്ടും. അത്രയും ഈസി ആയിട്ടാണ് UPSC അത് കൊടുത്തത്. ഇനി അതേപോലെ പവർ ഗ്രിഡ് കുഡ് ബി ഡാമേജ്. കുഡ് ബി പവർ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്, ഇലക്ട്രിസിറ്റി പോകുന്നതാണ്, കുറച്ച് മേലോട്ടൊക്കെ ഉണ്ടാവും. കുഡ് ബി ഡാമേജ് എന്നേ പറയുന്നുള്ളൂ. ദർ ഇസ് എ പോസിബിലിറ്റി. ഇൻഡസ് ഒറോറ കുഡ് ഒക്കോർ മച്ച് ഓഫ് ദി എർത്ത്. പോസിബിൾ ആണ്, കാരണം സോളാർ ഫെയർ ആണ്. ഒറോറ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് അളവ് കൂടാം. അപ്പൊ എന്ത് ചെയ്യാം, ഒക്കോർ കുഡ് ബി ഇവിടെ ഉണ്ട്. വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എല്ലായിടത്തും ഒക്കർ എന്ന് ഒബ്സല്യൂട്ട് പറയുന്നില്ല. കുഡ് ഒക്കർ, പോസിബിലിറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഫോറസ്റ്റ് വൈഡ് കുക്ക് ഒക്കർ ടേക്ക് ഓവർ ദ പ്ലേസ് ഓവർ മച്ച് ഓഫ് ദി പ്ലാനറ്റ്. ഫോറസ്റ്റ് ഫയർ എല്ലായിടത്തും ഉണ്ടാവും എന്ന് പറയുന്നത്, തീ ഇങ്ങോട്ട് വന്ന് തീ ഇങ്ങനെ വരികയല്ലല്ലോ ചെയ്യുന്നത്. സോളാർ ഫയർ എന്ന് പറഞ്ഞാൽ മൊത്തം തീയുടെ അല്ലല്ലോ, അതും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ഷോർട്ട് വേവ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഈവൻ 2 മാത്രം ഒഴിവാക്കിയാൽ. ഓക്കെ, അത്ര ഈസി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് UPSC കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്കൊരു വേറൊരു സ്ഥാനത്ത്. ഇത് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പോട്ടോ. ഈ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ചെണ്ണം നിങ്ങൾക്ക്, ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്തായിരുന്നു. ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസ് അയച്ചില്ല, നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അല്ലെ നമുക്ക് ബാക്കി അവസാനം ആകുമ്പോൾ ബാക്കി ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നിച്ച് ചെയ്യാം. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. ഒന്ന് വെറുതെ വേർഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. വേർഡ് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ വേർഡ് എന്താണെന്ന് വെച്ച് ചിന്തിക്കുക. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. കിട്ടിയോ? ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം എന്നൊന്ന് പറഞ്ഞാൽ അതിനുള്ള റീസൺ. നോളജ് ബേസ് ഒന്നും വേണ്ട. അതായത് ഫോസ്ഫറസ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അമോണിയ അല്ലെങ്കിൽ എന്താ റിമൂവിങ് ഫിഷ്, അങ്ങനെ ഭയങ്കര ടെക്നിക്കൽ ടേം ഉപയോഗിക്കാതെ, നോളജ് ഇല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത്?
കാരണം എല്ലാവരും ഒന്നും ഇതൊന്നും നമ്മളൊന്നും പഠിച്ചിട്ട് ഒരിക്കലും സിവിൽ സർവീസ് അല്ല UPSC എക്സാം പ്രിലിംസ് എഴുതാൻ വേണ്ടി പോകാൻ പറ്റില്ല. പ്രിലിംസിന്റെ കുറെ കോൺസെപ്റ്റ് അവിടെ വരുമ്പോൾ പുതിയതാണ്. ഇതൊക്കെ നമ്മൾ അവിടുന്ന് എന്ത് പുതിയതായിട്ട് കാണുന്നോ അത് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. ബയോഫിൽറ്റേഴ്സ് ഇൻക്രീസ് ഫോസ്ഫറസ് ആസ് എ ന്യൂട്രിയൻ ഫോർ ഫിഷ് ഇൻ വാട്ടർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് തമ്മിൽ അത് എലിമിനേറ്റ് ചെയ്തത്? ഫിൽട്ടർ എന്ന് പറയുമ്പോ ഒരു പൊല്യൂട്ടന്റ് നീക്കേണ്ടതായിരിക്കും. ഫിൽറ്ററിന്റെ പൊല്യൂട്ടൻ, അതെ. ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അരിച്ചെടുക്കുക അല്ലെ? അരിച്ചെടുക്കുമ്പോൾ ഒരു സാധനം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യാം. ഇപ്പൊ ഞാൻ കുറെ സാധനത്തെ അരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു സാധനം കുറയ്ക്കും. ഇതിനകത്ത് എന്താ പറയുന്നത്? ഇൻക്രീസ് ചെയ്തു എന്നാ പറയുന്നത്. അതും ഫോസ്ഫറസ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ഇൻക്രീസ് ആവുന്നു അല്ലെ? ഫിഷ് ന്യൂട്രിയൻ ഫോർ ഫിഷ് ഇൻ വാട്ടറിൽ വെള്ളത്തിൽ ഇൻക്രീസ് ആവും. ഫിൽറ്ററിൽ എങ്ങനെ ഒരു സാധനം ഇൻക്രീസ് ആവുക? ഫിൽറ്ററിന്റെ കോൺസെപ്റ്റ് തന്നെ എന്താണ്? ഒരു സാധനം കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യുക അല്ലെ? ഒരു സാധനത്തിനെ കുറയ്ക്കുക എന്നുള്ളതല്ലേ? അതും പുതിയൊരു കണ്ടന്റ് ഡിക്രീസ് ചെയ്യുന്നു. അതൊരിക്കലും എന്തല്ല പോസിബിൾ ആവില്ല. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനെ നിങ്ങൾക്ക് സുഖമായിട്ട് എലിമിനേറ്റ് ചെയ്തൂടെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ബയോഫിൽറ്റർ പ്രൊവൈഡ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് ബൈ റിമൂവിംഗ് അൺഈറ്റൻ ഫിഷ് ഫീഡ്. ബയോഫിൽറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്. റോൾ ഓഫ് ബയോഫിൽറ്റേഴ്സ് ഇൻ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം ഇൻ കൺസിഡറിങ്. അപ്പൊ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന അക്വാകൾച്ചറിൽ മീനിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബയോ ഫിൽറ്റർ ആണെന്ന് പറയുന്നു. ഇനി ഫിൽറ്റർ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, അരിപ്പ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചായ അരിക്കുന്ന സാധനം, ചായപ്പൊടി മാറുന്ന അരിപ്പ, ഫിൽറ്റർ. പക്ഷെ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഫിൽറ്റർ അല്ല, ബയോ ഫിൽറ്ററാ. ബയോ ഫിൽറ്റർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ബയോളജിക്കൽ, ജീവൻ ഉണ്ടാവുമല്ലോ. ജീവൻ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും? ചെറിയ ചെറിയ ബാക്ടീരിയ, ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കില്ലേ ബയോ ഫിൽറ്റർ? ബയോ ജീവനുള്ളതല്ലേ. പ്ലാസ്റ്റിക് ഫിൽറ്ററിനെക്കാട്ടും ബയോ എന്ന് പറയുന്ന വേർഡ് വരാൻ കാരണം അവിടെ ജീവനുള്ള, അതൊക്കെ നമുക്ക് കോമൺ സെൻസ് അല്ലേ. ബാക്ടീരിയ പോലെ എന്തെങ്കിലും സാധനം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും വേസ്റ്റ് ട്രീറ്റ്മെന്റ് റിമൂവ് ചെയ്യുന്നു. കോമൺ സെൻസ് ആണ്. എന്തൊക്കെ ഉണ്ടാവും അക്വാട്ടിക് വെള്ളത്തില്? ഒന്ന് അൺഈറ്റൻ ഫുഡ് ഉണ്ടാവാം, രണ്ട് ഫിഷിന്റെ വേസ്റ്റ് ഉണ്ടാവാം അല്ലെ? ഫിഷ് കഴിച്ച് ബേസിക്കലി എന്തുണ്ടാവും? ഫിഷ് വേസ്റ്റ് ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും എല്ലാ വേസ്റ്റിലും എന്തുണ്ട്? അമോണിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയ അമോണിയമായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എന്താക്കി മാറ്റും? നൈട്രേറ്റിംഗ് ബാക്ടീരിയാസ് അല്ലേ ഉണ്ടാവുക. ബേസിക്കലി ബയോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവണം? ബാക്ടീരിയാസ് ഉണ്ടാവണം. ബാക്ടീരിയാസ് എല്ലാ ഫുഡ് വേസ്റ്റിലും, എല്ലാവരുടെയും വേസ്റ്റിലും, ഇപ്പൊ ഹ്യൂമൻ വേസ്റ്റിലും എല്ലാം, മൃഗങ്ങളുടെ വേസ്റ്റിലും എന്തുണ്ട്? അമോണിയ ഉണ്ട്. സ്വാഭാവികമായിട്ടും ബാക്ടീരിയ അതിനെന്ത് ചെയ്യും? ഡീകൺജസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് നൈട്രേറ്റ് റിലീസ് ചെയ്യുന്നു. അതാണ് നൈട്രിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ബയോ ആയതുകൊണ്ട് ഇതും പോസിബിൾ അല്ലേ. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഫിൽറ്ററിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫിൽറ്റർ എന്ത് ചെയ്യും? അതും ഇതിനകത്ത് ഇല്ലാത്ത സാധനം. ഓൾറെഡി അമോണിയ ഉള്ളത് കൊണ്ടാണ് ബേസിക്കലി നൈട്രേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം എല്ലാ വേസ്റ്റും അതില്ലാതെ ആക്കണം എന്ന്, ഫിൽറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതില്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ബാക്ടീരിയ പ്രവർത്തിച്ച് അമോണിയ അതിൽ നിന്ന് റിമൂവ് ആവുന്നതിന്റെ പ്രോസസ്സിൽ നൈട്രേറ്റ് വരുന്നു. ബാക്ടീരിയ ഇതായതുകൊണ്ട്, ബയോ ഫിൽറ്റർ ആയതുകൊണ്ട്. പക്ഷെ ഇല്ലാത്തൊരു സാധനം എങ്ങനെ ബയോ ഫിൽറ്റർ ആഡ് ചെയ്യും? ഫോസ്ഫറസ്, ഒരു റിലേഷൻ അല്ലാത്ത സാധനം ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ മനസ്സിലായോ? ഒരു തംസപ്പ്. ഓക്കെ, ഫൈൻ. സി, ഇനിയിപ്പോ പ്രിലിംസിലേക്ക് നമുക്കുള്ള ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഒരു 100-104 ദിവസങ്ങളോളം ആണ് ഉള്ളത് പ്രിലിംസിലേക്കുള്ള ദിവസം. ഓക്കെ, സമയം കുറവാണ്. ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു പഠിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പം ബേസിക്കലി റൈസപ്പിൽ ബേസിക്കലി നമ്മൾ പ്രിലിംസിന്റെ 100 ഡേയ്സിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100 ഡേയ്സ് പ്രിലിംസിന്റെ പ്രോഗ്രാം. ജസ്റ്റ് ഒരു കംപ്ലീറ്റ് നിങ്ങളൊരു റിവിഷൻ സ്ട്രക്ചർ ഒക്കെ ആയുള്ള ഒരു 3 റൗണ്ട് റിവിഷൻ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും പ്രാക്ടീസ് സെഷൻസും കുറച്ച് ഹെക്ടിക് ആയിട്ട്, മീൻസ് ബേസിക്കലി ഫുൾ ഡേ റിവിഷൻ ക്ലാസ്സസ്, കറണ്ട് അഫേഴ്സ് ക്ലാസ്സസ്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ബേസിക്കലി കറണ്ട് അഫേഴ്സിനൊന്നും നിങ്ങൾ വേറെ ഒരു സാധനം പുറത്തുനിന്ന് പഠിക്കേണ്ട കാര്യമില്ല, മെറ്റീരിയൽ വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 100 ഡേയ്സിന്റെ ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഫോർ ലാസ്റ്റ് 100 ഡേയ്സ്. If you guys are interested, you can join that 2 program. I'm just introducing it to you guys. നല്ല പ്രോഗ്രാം ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഇന്നലെ തന്ന പ്രോബ്ലം ചെയ്യാത്തവർ ഒന്ന് തംസപ്പ് തരുമോ? ഓക്കെ, അനു 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്. ഓക്കെ, ചെയ്യാത്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് പഠിച്ചാൽ, നിങ്ങൾ ബുക്ക് വായിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും പ്രിലിംസ് പാസ്സാവില്ല. അത് നിങ്ങൾ പാസ്സാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ബുക്ക് വായിച്ചതുകൊണ്ട് ഒരിക്കലും ഇതിന്റെ ലോജിക്ക് അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കൂടുതൽ നമ്പർ ഓഫ് ടെസ്റ്റ് എടുക്കുക, കൂടുതൽ ഈ ടെസ്റ്റ് എടുത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഇന്നലത്തെ ടെസ്റ്റ് എടുത്തിട്ട് എല്ലാം കറക്റ്റ് ആയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തംസപ്പ് ഇട്ടെ. ഒരെണ്ണം മാത്രം തെറ്റിയ ആളുകൾ തംസപ്പ് ഇട്ടെ. 2 എണ്ണം മാത്രം തെറ്റിയ ആളുകൾ തംസപ്പ് ഇട്ടെ. 3 എണ്ണം, 5 എണ്ണം തെറ്റിയ ആളുകൾ. ഓക്കെ, 3 എണ്ണം തെറ്റി. നീ ടെസ്റ്റ് എടുത്തില്ല നേരത്തെ പറഞ്ഞില്ലേ? ഓക്കെ, ഷദീദ്. ഓക്കെ, 5 എണ്ണം, വെരി ഗുഡ്. ബാക്കിയുള്ള ഒരു 10-ൽ മേലെ തെറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ഇട്ടെ. 10-ൽ മേലെ. ആലിയ, ഓക്കെ. തനൂജ. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് കാരണം എല്ലാ എലിമിനേഷൻ പോസിബിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് അത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കൂടുതൽ പ്രാക്ടീസ് കൂട്ടുക എന്നുള്ളതാണ് തെറ്റിയവർ ചെയ്യേണ്ടത് കേട്ടോ. അത് നമുക്ക് ചെയ്തെടുക്കാം. ഡോണ്ട് ഔട്ട് വറി അബൌട്ട് ഇറ്റ്. തെറ്റി തുടങ്ങി കഴിഞ്ഞാൽ തെറ്റിൽ നിന്നാണ് ഇത് ശരിയാവുക. അപ്പം തെറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി അറ്റംപ്റ്റ് കുറയ്ക്കരുത്, പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിച്ച് തെറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളെ ചെയ്യാം കേട്ടോ. നാളെ എടുക്കാം. അപ്പം നിങ്ങൾ കൃത്യം ഒരു 7:02 ആകുമ്പോഴേക്ക് മാക്സിമം വരാൻ നോക്കുക. 7:05 ഇന്നലെ ഒരു ഓപ്പൺ പ്രോഗ്രാം ആയതുകൊണ്ടാണ് 7:05 വരെ വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ 7:03 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. സോ 7:02 ആകുമ്പോഴേക്കും യു ട്രൈ ടു കം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആകാശ്. താങ്ക് യു.